ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. 84. ദേവരാജ് ചേതനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഇത്തവണ അദ്ദേഹത്തിന്റെ മുഖത്ത് ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല, പകരം അത്ഭുതം മാത്രമായിരുന്നു. ചുറ്റും നിൽക്കുന്ന മറ്റുള്ളവരുടെ അവസ്ഥയും അതുപോലെ തന്നെയായിരുന്നു. അടുത്തതാരാ? ചേതൻ അതൊന്നും കാര്യമാക്കാതെ ചോദിച്ചു. പരാജയപ്പെട്ട 2 ആൽക്കിമിസ്റ്റുകളെ ഒഴിച്ച് ചേതൻ മറ്റ് 8 പേരെയും നോക്കി. സീനിയറായ 2 ആൽക്കിമിസ്റ്റുകളെ തുടർച്ചയായി പരാജയപ്പെടുത്തിയതിനാൽ ചേതനുമായി ആരും സംവാദത്തിനായി മുന്നോട്ട് വരാൻ തയ്യാറായില്ല. ചേതന്റെ കഴിവ് ശരിക്കും അസാമാന്യമാണെന്ന് എല്ലാവർക്കും വ്യക്തമായിരുന്നു. അതിനാൽ തന്നെ ആ മുറിയാകെ നിശബ്ദമായിരുന്നു. എന്താ ആരുമൊന്നും മിണ്ടാ നിൽക്കുന്നത്? നിങ്ങൾക്ക് ആർക്കും സംവാദം തുടരാൻ താല്പര്യമില്ലെങ്കിൽ തോൽവി സമയത്ത് എന്നെ വിജയായിട്ട് പ്രഖ്യാപിക്കുക. നിങ്ങളൊക്കെ ഒരുപാട് തിരക്കുള്ള വലിയ ആളുകളല്ലേ. വെറുതെ ചിന്തിച്ച് സമയം കളയാതെ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്ക്. ചേതൻ കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. ആൻസൈറ്റി പിൽസ് ഉണ്ടാക്കാൻ ഒരാളുടെ ഹൃദയവും മനസ്സും ശാന്തമായിരിക്കണം. അതിനാൽ അത്തരം ഗുളികകൾ തയ്യാറാക്കുന്നതിന് മുമ്പ് ആരാണോ അത് ഉണ്ടാക്കുന്നത് അവരുടെ മനസ്സിനെയും ഹൃദയത്തെയും സന്തുലിതമാക്കാൻ സമയം നൽകണം. ആ മരുന്നുണ്ടാക്കുന്നയാൾ 3 ദിവസം സസ്യാഹാരം മാത്രം കഴിക്കുകയും 3 തവണ ശുദ്ധജലം ഉപയോഗിച്ച് ശരീരം ശുദ്ധീകരിക്കുകയും വേണം. എന്നാൽ ഇന്ന് പെട്ടെന്ന് മരുന്നുണ്ടാക്കേണ്ട അവസ്ഥ വന്നതുകൊണ്ട് ആർക്കും മനസ്സിനെ സന്തുലിതമാക്കാൻ സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് വെറുതെ ഇനിയും അങ്ങോട്ട് ചെന്ന് നാണം കിടന്നു. പക്ഷേ അതൊക്കെ ആൻസൈറ്റി പിൽസ് ഉണ്ടാക്കുമ്പോൾ മാത്രമുള്ള പ്രശ്നമല്ലേ. മറ്റു മരുന്നുകൾ ഉണ്ടാക്കാൻ നമ്മുടെ മാനസികാവസ്ഥ കണക്കിലെടുക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ട് എന്തുകൊണ്ട് മറ്റുള്ള മരുന്നുകൾ ഉണ്ടാക്കി നോക്കിക്കൂടാ? അങ്ങനെ ചെയ്താ നമുക്ക് വിജയിക്കാൻ കഴിയുമല്ലോ. അവിടെയുള്ളവരെല്ലാം ശബ്ദം താഴ്ത്തി തമ്മിൽ തമ്മിൽ ചർച്ച ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് അവിടെ ഒരാളുടെ ഗാംഭീര്യമുള്ള ശബ്ദം മുഴങ്ങിക്കേട്ടത്. ഞാൻ സംവാദത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആൽക്കിമിസ്റ്റ് എഴുന്നേറ്റു. അയാളുടെ പേര് സന്ദീപ് എന്നായിരുന്നു. അയാളും മധ്യവയസ്കനാണ്. അയാളും ഒരു ശാന്തശീലനായ മനുഷ്യനായിരുന്നു. അയാളുടെ കണ്ണുകളിൽ ഒരു പ്രതീക്ഷ തെളിഞ്ഞു നിന്നിരുന്നു. ആൽക്കിമിസ്റ്റ് സന്ദീപ്? അദ്ദേഹം ഞങ്ങൾ എല്ലാവരെക്കാളും കഴിവുള്ളവനാണ്. ഒരു ആൽക്കിമിസ്റ്റ് എന്ന നിലയിൽ 3 വർഷത്തിനുള്ളിൽ അദ്ദേഹം ഡസൻ കണക്കിന് വ്യത്യസ്ത മരുന്നുകളാണ് ഉണ്ടാക്കിയത്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം യൂണിയൻ ഹെഡിനേക്കാളും മികച്ചൊരു നിലയിലേക്ക് എത്തിച്ചേർന്നു. സന്ദീപിനെ കണ്ടതും അവർ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ അയാൾ തന്നെ മുന്നിട്ടിറങ്ങിയ സ്ഥിതിക്ക് ഉറപ്പായും തെറ്റുകളൊന്നും തന്നെ ചേതന് കണ്ടെത്താൻ കഴിയില്ല എന്ന് ചിന്തിച്ച് അവിടെയുള്ള ആൽക്കിമിസ്റ്റുകളെല്ലാം ആവേശഭരിതരായി. പുതിയ മരുന്നുണ്ടാക്കുന്ന രീതികൾ ഉപയോഗിച്ച് ചേതന്റെ ആത്മവിശ്വാസവും അഹങ്കാരവും തകർക്കാൻ കഴിയുമെന്ന് ആദ്യം അവരെല്ലാം വിശ്വസിച്ചിരുന്നു. എന്നാൽ രാജേഷിനോ ദേവരാജനോ അവനെ തോൽപ്പിക്കാൻ കഴിയാതെ വന്നതോടെ അവർക്കെല്ലാം പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഇപ്പോൾ സന്ദീപ് തന്നെ കളത്തിൽ ഇറങ്ങിയത് കണ്ട് ഇത്തവണയെങ്കിലും ചേതനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കാൻ തുടങ്ങി. മറ്റ് ആൽക്കിമിസ്റ്റുകളെ മറികടന്ന് സന്ദീപ് ചേതന്റെ മുന്നിലേക്ക് ചെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചേത, കഴിഞ്ഞ 2 സംഭവത്തിലും നീ ടാബ്ലറ്റ്സുകളുടെ കുറവുകൾ മാത്രമല്ല, ആ കുറവുകൾ ഉണ്ടാകാനുള്ള കാരണവും എന്തിന് ആ മരുന്നുണ്ടാക്കിയ ആൽക്കിമിസ്റ്റുകളുടെ പ്രശ്നത്തിനുള്ള പരിഹാരവും വരെ ഒരു ജോത്സ്യനെ പോലെ കണ്ടെത്തി പറഞ്ഞു. അത് കണ്ട് ഞാൻ ശരിക്കും ഇംപ്രസ്ഡായി. എനിക്ക് നിന്നെ നന്നായി തന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു. സന്ദീപ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഏയ്, അത്രയ്ക്കൊന്നുമില്ലെന്നേ. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതല്ലേ ഉള്ളൂ. ചേതൻ താഴ്മയോടെ പറഞ്ഞു. അതൊക്കെ നീ നിന്റെ എളിമ കൊണ്ട് പറയുന്നതല്ലേ. രാജേഷിന്റെ പ്രണയ നൈരാശ്യം വരെ കണ്ടെത്തിയെങ്കിൽ നീ അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. അവരുണ്ടാക്കിയ അതേ ഗുളിക നിന്റെ മുമ്പിൽ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവച്ചാലും നീ അതിന്റെ തെറ്റുകൾ കണ്ടെത്തുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് കൂടിയാണ് എനിക്ക് മറ്റൊരു ഐഡിയ തോന്നിയത്. ഇത് നിനക്കും നിന്റെ കഴിവുകൾ തെളിയിക്കാൻ ഉപകാരപ്പെടുമെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ഈ സംവാദത്തിന്റെ ലെവൽ ഒന്ന് കൂട്ടാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് ഈ ഓഫർ ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. പിന്നെ നീ ഒരു മിടുക്കനാ, അതുകൊണ്ട് എനിക്കറിയാം നീ ഈ ചലഞ്ച് ഏറ്റെടുക്കുമെന്ന്. സന്ദീപ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സന്ദീപ് സംവാദത്തിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിച്ചു. ചേതനും അത് കേട്ട് തനിക്ക് കിട്ടിയ അവസരം മുതലെടുക്കാൻ തീരുമാനിച്ചു. അവന് സത്യത്തിൽ സന്ദീപുമായുള്ള സംവാദത്തിൽ പങ്കെടുക്കാൻ ഉത്സാഹമായിരുന്നു. ചേതൻ കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ അതിന് സമ്മതം മൂളി. അത് കണ്ട സന്ദീപ് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. കൊള്ളാം, ഇതാണ് ഞാൻ നിന്നിൽ നിന്നും പ്രതീക്ഷിച്ചത്. അപ്പോ ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ മരുന്നുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പുതിയ രീതി കണ്ടെത്തി. ഈ അടുത്താണ് ഞാൻ ആ രീതിക്ക് ഒരു പേര് പോലിട്ടത്. ഞാൻ ഈ രീതിയെക്കുറിച്ച് ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. നിനക്ക് മരുന്നുകൾ ഉണ്ടാക്കുന്ന പുതിയ രീതികളെ കുറിച്ച് എല്ലാം അറിയാമെങ്കിൽ പോലും ഇത് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത് നിനക്കല്പം കഠിനമായിരിക്കും. സത്യം പറഞ്ഞ
ഇത് ഏത് മെത്തേഡാണെന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റിയെന്ന് വരില്ല. ഞാൻ നിന്റെ മുമ്പിൽ മരുന്നുകൾ ഉണ്ടാക്കുന്ന 3 മുറകൾ കാണിക്കാം. അതെല്ലാം ഏത് പഴയ മുറികളിൽ നിന്നാണ് ഞാൻ സൃഷ്ടിച്ചതെന്ന് നീ എന്നോട് പറയണം. സന്ദീപ് പറഞ്ഞു. പുതിയ മുറകളോ? സന്ദീപ് ആളെ കൊള്ളാലോ. ഔഷധ നിർമ്മാണ രീതികൾ ആയോധന കലകളെ പോലെ കാഠിന്യമേറിയതായിരുന്നു. സന്ദീപ് കണ്ടെത്തിയ ഈ പുതിയ മാർഗവും വളരെ കാഠിന്യമേറിയതായിരിക്കുമെന്ന് കരുതി അവിടെയുള്ള ആൽക്കിമിസ്റ്റുകൾ അയാളെ പുകഴ്ത്തി. ആൽക്കിമിസ്റ്റുകളുടെ എല്ലാ മനസ്സിൽ സന്ദീപിനോട് നല്ല മതിപ്പ് തോന്നി. ഈ പുതിയ രീതി എന്തുകൊണ്ടും വ്യത്യസ്തമായതായിരിക്കുമെന്ന് അവർ കരുതി. ഏത് പഴയ രീതികളിൽ നിന്നാണ് പുതിയ രീതി സൃഷ്ടിച്ചതെന്ന് കണ്ടെത്തുന്നത് ഒരു രീതിയുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതിനേക്കാൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു ബക്കറ്റ് വെള്ളം കാണിച്ചിട്ട് അതിലെ വെള്ളം ഏതൊക്കെ നദികളിൽ നിന്നാണ് ശേഖരിച്ചതെന്ന് കണ്ടെത്താൻ പറയുന്നത് പോലെയാണ് അതെന്ന് വേണമെങ്കിൽ പറയാം. ഒരു മുറയുടെ എല്ലാ ഘട്ടങ്ങളും കാണാതെ എങ്ങനെ അത് ഏത് മുറകളിൽ നിന്നും ഉത്ഭവിച്ചതാണെന്ന് പറയും. അതിനാൽ ചേതൻ ഏതായാലും ഇത്തവണ തോൽക്കുമെന്ന് അവർ ഉറപ്പിച്ചു. അവൻ തോൽക്കുന്നത് കാണാനുള്ള ആവേശമായിരുന്നു അവരിലെല്ലാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഹൈ ലെവലിലുള്ള ആൽക്കിമിസ്റ്റുകൾക്ക് പോലും ഉത്തരം നൽകാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളപ്പോൾ വെറുമൊരു അസിസ്റ്റന്റായ ചേതൻ എങ്ങനെ മറുപടി നൽകും? സന്ദീപ് വളരെ ബുദ്ധിമാനാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇതിലെങ്കിലും ചേതൻ വീഴുമെന്ന് അവർ പ്രതീക്ഷിച്ചു. ചേതനാണെങ്കിൽ ചിന്തയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. സന്ദീപ് ചേതൻ വിചാരിച്ചതിനേക്കാൾ കഴിവുള്ള ഒരാളായിരുന്നു. സന്ദീപിനെ തോൽപ്പിക്കുക എന്നത് ചേതന് അത്ര എളുപ്പമായിരുന്നില്ല. കാഴ്ചയിൽ സന്ദീപ് ചേതന്റെ അടുത്ത് ഒരു നല്ല മനുഷ്യനെ പോലെയാണ് പെരുമാറിയതെങ്കിലും അയാൾ സത്യത്തിൽ ഒരു ആട്ടിൻ തോലണിഞ്ഞ ചെന്നായി ആയിരുന്നു. ചേതനെ തോൽപ്പിക്കാൻ ഏതറ്റം വരെയും പോകാൻ അയാൾ തയ്യാറായിരുന്നു. ചേതൻ അയാളുടെ ഓഫർ സ്വീകരിച്ചെങ്കിലും അവന് ഒരിക്കലും ആ മുറകളെ കണ്ടെത്താൻ കഴിയില്ല. കാരണം അത് സാധ്യമാക്കുക എന്നത് ഏതാണ്ട് അസാധ്യമാണ്. പക്ഷേ ചേതന്റെ മുമ്പിൽ മറ്റ് മാർഗങ്ങളില്ല. ആദ്യത്തെ 2 പേരെയും തോൽപ്പിച്ച സ്ഥിതിക്ക് ഇയാളെ കൂടി തോൽപ്പിച്ചാൽ ചേതന് ഉറപ്പായും എളുപ്പത്തിൽ ആൽക്കിമിസ്റ്റ് ആവാം. അല്ലെങ്കിലും അതിനു വേണ്ടി തന്നെയാണല്ലോ അവൻ ഇത്രയും കഷ്ടപ്പെട്ടതും. അതുകൊണ്ട് എന്തൊക്കെ വന്നാലും ചേതൻ ഈ ടാസ്ക് ഏറ്റെടുക്കണം. അഥവാ അവൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അവിടെയുള്ളവരെല്ലാം അടുത്ത നിമിഷം തന്നെ അവന് ശിക്ഷ കൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കും. ചേതനൊന്നും മിണ്ടാതെ നിൽക്കുന്നത് സന്ദീപ് ശ്രദ്ധിച്ചു. എന്തു പറ്റി ചേതാ? നേരത്തെ ഉണ്ടായിരുന്ന നിന്റെ ഉന്മേഷമൊക്കെ ഇപ്പൊ എവിടെ പോയി? ടാസ്ക് ബുദ്ധിമുട്ടാണെന്നും ഇതൊന്നും ഈ സംഭവത്തിൽ ചോദിച്ചുകൂടാ എന്നും എനിക്കറിയാം. പക്ഷേ നീ ഇത്രയും വന്ന സ്ഥിതിക്ക് നിന്നെ തോൽപ്പിക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ? അതുമല്ല, നീ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളെല്ലാം വലിയ ആളുകളല്ലേ. ഞങ്ങളുടെ സമയത്തിനും അതിൻ്റെതായ വിലയില്ലേ. അതുകൊണ്ട് ഞങ്ങളുടെ സമയം കളയാതെ നിന്റെ തോൽവി സമ്മതിക്കുന്നതല്ലേ നല്ലത്? സന്ദീപ് അട്ടഹസിച്ചുകൊണ്ട് ചോദിച്ചു. തോൽവി സമ്മതിക്കാനോ? അത് കേട്ട ഉടനെ ചേതൻ തന്റെ തല ഒന്ന് വെട്ടിച്ചു. ഞാൻ സംവാദത്തിന് തയ്യാറാണ്. സാറിന് പുതിയ മുറ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് സമയം കളയാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ചേതൻ അവന്റെ മുഖത്തെ വിയർപ്പ് തുടച്ചു മാറ്റി നിവർന്നു നിന്നു. സന്ദീപിന്റെ ഈ തന്ത്രം മറ്റുള്ളവരെ ഭയപ്പെടുത്തിയേക്കാം. എന്നാൽ അത് ചേതന്റെ അടുത്ത് വിലപ്പോകില്ല. കാരണം അവന്റെ കൂടെ മാന്ത്രിക ലൈബ്രറി ഉണ്ട്. ഈ മാന്ത്രിക ലൈബ്രറിയുടെ സഹായത്തോടെയാണ് ചേതന് മറ്റു 2 പേരുടെയും മരുന്നുകളുടെ തെറ്റുകൾ കണ്ടെത്താൻ കഴിഞ്ഞത്. ഇപ്പോൾ അതേ ലൈബ്രറി തന്നെ ഇവിടെയും അവനെ സഹായിക്കും. തന്ത്രങ്ങൾ മെനയാനല്ലാതെ ചേതന് ഇവിടെ തന്റെ ബുദ്ധി പ്രവർത്തിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ബാക്കിയെല്ലാം മാന്ത്രിക ലൈബ്രറി നോക്കിക്കോളും. ആ ലൈബ്രറി അവന്റെ കൂടെ ഉള്ളിടത്തോളം കാലം അവന് വേണ്ട ഉത്തരങ്ങൾ ഒരു പുസ്തകത്തിന്റെ രൂപത്തിൽ അവന്റെ മുന്നിലെത്തും. അതുകൊണ്ട് തന്നെ എന്തിനേയും നേരിടാൻ ചേതൻ തയ്യാറായിരുന്നു. ചേതൻ തന്റെ ഓഫർ സ്വീകരിച്ചത് കണ്ടപ്പോൾ സന്ദീപിന്റെ കണ്ണുകളിൽ സന്തോഷം തെളിഞ്ഞു തുടങ്ങി. അയാൾ ചിരിച്ചുകൊണ്ട് റാക്കിന്റെ അരികിലേക്ക് ചെന്നു. അയാൾ പച്ചമരുന്നുകൾ എടുത്ത് അടുപ്പിനടുത്തേക്ക് ചെന്ന് അതിന് മീതെ ഇരിക്കുന്ന പാത്രത്തിലേക്ക് ഓരോന്നും ഇടാൻ തുടങ്ങി. വളരെ എക്സ്പീരിയൻസ്ഡ് ആയ അയാളുടെ ഓരോ നീക്കങ്ങളും കൗതുകത്തോടെ ചേതൻ നോക്കി. കാഴ്ചക്കാർക്കെല്ലാം അയാൾ ചെയ്യുന്നത് എന്തോ മായാജാലം പോലെ അനുഭവപ്പെട്ടു. ഇങ്ങനൊരു ടെക്നിക്ക് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇത് കണ്ടിട്ട് പെട്ടെന്ന് ലെവലപ്പ് ചെയ്യാനുള്ള മരുന്നാണെന്നാണ് തോന്നുന്നത്. ഡോൺ 7 താഴെയുള്ളവർക്ക് ഈ മരുന്ന് വലിയൊരു അനുഗ്രഹമായിരിക്കും. ആൽക്കിമിസ്റ്റുകൾ ആവേശത്തോടെ സംസാരിച്ചു. സന്ദീപ് ഉണ്ടാക്കുന്ന ഈ മരുന്ന് വില കൂടിയ ഒന്നുകൂടിയായിരുന്നു. യോദ്ധാക്കൾക്ക് ഇത് വലിയൊരു നിധി തന്നെയാണ്. സന്ദീപ് തന്റെ പുതിയ ടെക്നിക്കും കഴിവും തെളിയിക്കാൻ ഈ മരുന്ന് തന്നെയാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചതെന്ന് അവർ വിശ്വസിച്ചു. അവരെല്ലാം സന്ദീപിന്റെ ഓരോ ചലനങ്ങളും നിരീക്ഷിച്ചു. ശാന്തമായി ഒഴുകുന്ന നദി പോലെ മെയ്വഴക്കം വന്ന നർത്തകിയുടെ ചുവടുവെപ്പുകൾ പോലെ അയാളുടെ ഓരോ നീക്കവും മികവുറ്റതായിരുന്നു. ഈ പുതിയ മുറ ഏത് മുറകളിൽ നിന്നാണ് ഉരുവാക്കിയതെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. അത് ശരിയാ,
അവിടെയുള്ളവർ പിറുപുറത്തു. അവർ എത്ര ശ്രദ്ധയോടെ നോക്കിയിട്ടും അവർക്കൊന്നും സന്ദീപിന്റെ നീക്കങ്ങൾ തിരിച്ചറിയാനായില്ല. പറ്റിയ അബദ്ധം നിനക്കിപ്പോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നീ ഇത്രയും ദൂരം എത്തിയതൊക്കെ വേസ്റ്റായി എന്നാണ് തോന്നുന്നത്. ജിജേഷ് ചിരിച്ചുകൊണ്ട് ചേതനോട് പറഞ്ഞു. ആൽക്കിമിസ്റ്റ് സന്ദീപ് ഒരു 1 സ്റ്റാർ ആൽക്കിമിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ മുറകളെല്ലാം എങ്ങനെ നന്നായി ചെയ്യണമെന്ന് അയാൾക്കറിയാം. ഈ മരുന്നുണ്ടാക്കുന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണെങ്കിലും സന്ദീപ് അതിൽ മികച്ചതായിരുന്നു. ഇത് കണ്ട് ആകെ വിസ്മയത്തോടെ നിൽക്കുകയായിരുന്നു ജിജേഷ്. അവന് ചേതനോട് അവിടെയുള്ള മറ്റ് ആൽക്കമിസ്റ്റുകളെ പോലെ ഒരു വൈരാഗ്യവുമില്ലായിരുന്നു. എങ്കിലും ചേതൻ ഇത്തവണ തോൽക്കുമെന്ന് അയാൾ കരുതി. സന്ദീപ് ഈ ടാബ്ലറ്റ് ഉണ്ടാക്കുന്നത് അല്പം കൂടി കഠിനമാക്കി മാറ്റിയിരുന്നെങ്കിൽ ചേതന് അത് കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടായിരുന്നേനെ. എന്നാൽ ഇതിലും കൂടുതൽ കഠിനമായി അതിനെ നിർമ്മിക്കാനുള്ള കഴിവൊന്നും അയാൾക്കില്ലായിരുന്നു. മരുന്ന് നിർമ്മിക്കുന്നതും യോദ്ധാവ് ഭാരമേറിയ ഒരു വാള് യുദ്ധത്തിന് ഉപയോഗിക്കുന്നതും ഒരുപോലെയാണ്. താൻ ഉപയോഗിക്കുന്ന വാളിന്റെ ഭാരം തനിക്ക് താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ ഉറപ്പായും എതിരാളി അവരെ എളുപ്പത്തിൽ തോൽപ്പിക്കും. അതുപോലെ തന്നെ ഇതും ഒരു ജീവൻ മരണ പോരാട്ടമാണ്. ഇതൊന്നും ചിന്തിക്കാതെ സന്ദീപിന്റെ മുഖത്ത് ഒരു ചിരിയായിരുന്നു. അയാൾ അരമണിക്കൂറെടുത്ത് ഉണ്ടാക്കേണ്ട മരുന്ന് വെറും 15 നിമിഷം കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞു. ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മുറകൾ എങ്ങനെ കണ്ടെത്താനാണ്? സന്ദീപ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവിടെയുള്ളവർക്ക് മനസ്സിലായിരുന്നു. സാർ, എന്തായി പറയുന്നേ? ചേതൻ ശരിക്കും തോക്കൂ? ജിജേഷ് പറഞ്ഞത് കേട്ട് ശ്രുതി പരിഭ്രമത്തോടെ ചോദിച്ചു. അത് കേട്ട് ജിജേഷ് ഒന്ന് നെടുവീർപ്പെട്ടു. ഈ ഘട്ടം അവൻ താണ്ടുന്നത് ഒരു വലിയ മല താണ്ടി അപ്പുറം കടക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് ജയിക്കാൻ സാധ്യതയില്ല, അയാൾ പറഞ്ഞു. അതേസമയം ചേതൻ മറ്റുള്ളവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ ഒന്നും ശ്രദ്ധിക്കാതെ ചിന്തയിലായിരുന്നു. കുറച്ചു മുമ്പ് വരെ സന്ദീപുമായി ചേതന് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. എന്നിട്ടും അയാൾ തന്നെ തോൽപ്പിക്കാൻ ഈ അറ്റം വരെ പോകുമെന്ന് ചേതൻ കരുതിയില്ല. ഇത്രയും തന്ത്രപരമായി തന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന സന്ദീപിനെ കണ്ടതും ചേതന് കാര്യങ്ങളുടെ കിടപ്പുവശം ഏതാണ്ട് മനസ്സിലായി. വിദ്യാസമ്പന്നനും നല്ല ലക്ഷ്യബോധവുമുള്ള ഒരാളായതുകൊണ്ട് അയാൾക്ക് ആരും തന്നെക്കാൾ മികച്ചതായി കാണുന്നത് ഇഷ്ടമല്ലായിരുന്നു. ഒരാൾ അയാൾക്കെതിരെ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും താൻ അവരെക്കാൾ വലുതാണെന്ന് കാണിക്കാൻ സന്ദീപ് ഏതറ്റം വരെയും പോകുമെന്ന് ചേതൻ മനസ്സിലാക്കി. അങ്ങനെ മരുന്നുകൾ തയ്യാറായി. 7-8 ടാബ്ലറ്റ്സ് അതിലുണ്ടായിരുന്നു. സന്ദീപ് ചേതനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് വന്നു. എന്റെ ജോലി കഴിഞ്ഞു, ഇനി നിന്റെ ഊഴമാണ്, അയാൾ പറഞ്ഞു. അധ്യായം 85. സന്ദീപ് ഈ പുതിയ മുറ ഉണ്ടാക്കാൻ നേരത്തെ ഉള്ള 3-4 മുറകൾ ഒന്നിച്ചു ചേർത്തു എന്നുള്ളത് ശരിയാണ്. എന്നാൽ അയാൾ അത് പ്രയോഗിച്ചത് വളരെ പെട്ടെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കണ്ടുകൊണ്ട് നിന്നവർക്ക് ആ മുറകളെ വേർതിരിച്ചറിയുക കഠിനമായിരുന്നു. അതുകൊണ്ട് തന്നെ ചേതൻ എങ്ങനെയെങ്കിലും ശരിയുത്തരം പറഞ്ഞാലും അത് തെറ്റാണെന്ന് സന്ദീപ് പറഞ്ഞാൽ അവിടെയുള്ളവർക്ക് അത് വിശ്വസിക്കുകയല്ലാതെ നിവൃത്തിയില്ല. കാരണം സന്ദീപ് അല്ലാതെ അവിടെയുള്ള ആർക്കും അയാൾ ഉപയോഗിച്ച മുറ ഏതാണെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള സമയമില്ലായിരുന്നു. അതുകൊണ്ട് സന്ദീപിന് എങ്ങനെയും അവിടെയുള്ളവരെ പറ്റിക്കാൻ കഴിയും. എവിടെ നിന്നോ വന്ന ഈ ചേതന് അയാളെ തോൽപ്പിക്കാൻ കഴിയൂ എന്ന ചോദ്യം ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. ചേതന് പകരം മറ്റാരെങ്കിലുമാണ് ഇവിടെ ഉണ്ടായിരുന്നതെങ്കിൽ അവരിപ്പോൾ ജീവനും കൊണ്ട് ഓടിയിട്ടുണ്ടാവും. ചേതൻ സന്ദീപിനെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു. ഞാൻ ശരിയായി ഉത്തരം പറഞ്ഞ നിങ്ങളത് അംഗീകരിക്കൂ? അവൻ സംശയത്തോട് ചോദിച്ചു. അതിന് ശരിയായി ഉത്തരം പറയാൻ നിനക്ക് കഴിയൂ? ഗ്രേറ്റ്, നിന്റെ ആത്മവിശ്വാസം കൊള്ളാം. ഞാനൊരു ആൽക്കിമിസ്റ്റ് ആണ്, നീ ഒരു അസിസ്റ്റന്റും. എന്നാലും നീ ശരിയായി ഉത്തരം പറഞ്ഞ ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കും. സന്ദീപ് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിലും അയാളുടെ സ്വരത്തിൽ ദേഷ്യം പ്രകടമായിരുന്നു. കൊള്ളാം, സാറിങ്ങനെ തെളിച്ചു പറഞ്ഞ സ്ഥിതിക്ക് എന്റെ കാര്യങ്ങൾ എളുപ്പമായി, ചേതൻ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. അവൻ മുന്നോട്ട് ചെന്ന് ആ പാത്രത്തിൽ നിന്നും ടാബ്ലറ്റ് എടുത്തു. എന്നിട്ട് 2 വിരലുകൾക്കിടയിൽ പിടിച്ച് മുകളിലേക്ക് ഉയർത്തി. അതിനുശേഷം മൂക്കിനോട് അടുപ്പിച്ച് മണം പിടിച്ചു. ഈ ഗുളിക കാണാൻ കൊള്ളാം, കളർഫുൾ ആയിട്ടുണ്ട്. അതുമല്ല, ഇതിന് നല്ല തിളക്കമുണ്ട്. ഇതൊരു ലെവൽ 3 ടാബ്ലറ്റ് ആണ്. ചേതൻ ആ ടാബ്ലറ്റിനെ പുകഴ്ത്തി. പിന്നെ പെട്ടെന്നെന്തോ ആലോചിച്ചിട്ട് പറഞ്ഞു. ഈ പുതിയ രീതിയിലെ പോരായ്മകൾ കൊണ്ട് ഈ ടാബ്ലറ്റ് ലെവൽ 3 വരെ പോകും. അതിനൊരിക്കലും ലെവൽ 4ലേക്ക് എത്താൻ കഴിയില്ല. ഇത് കേട്ട് സന്ദീപ് ചേതനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് യോദ്ധാക്കളെ ലെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന മരുന്നാണ്. ഇത് അവർക്ക് കുറച്ചു മാത്രം മതിയാകും. അതുകൊണ്ട് ലെവൽ 4ലേക്ക് എത്തിക്കേണ്ട ആവശ്യമില്ല. ഈ ടാബ്ലറ്റ് വളരെ ബേസിക് ആണ്. എല്ലാ ആൽക്കിമിസ്റ്റുകൾക്കും ഈ മരുന്ന് തയ്യാറാക്കാൻ അറിയാം. ഇതിനേക്കാൾ ലളിതമായ ഒരു മരുന്ന് മറ്റാർക്കും കണ്ടെത്താൻ കഴിയില്ല. ഈ ടാബ്ലറ്റ് ഒരു യോദ്ധാവിനെ തന്റെ ഉള്ളിലെ ഓറ ശേഖരിക്കുന്നതിനായി സഹായിക്കുന്നു. അത്തരം ഒരു ചെറിയ ആവശ്യത്തിനായുള്ള ഗുളിക
ലെവൽ 4ലേക്ക് എത്തിക്കുന്നത് മണ്ടത്തരമാണ്. സന്ദീപ് പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് അയാളെ പോലെ തന്നെ അവിടെയുള്ള മറ്റുള്ളവരും ചിന്തിച്ചു. ചേതൻ മറുപടിയായി ഒന്ന് മൂളി. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. സാറിനോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ തൽക്കാലത്തേക്ക് ആ റെഫറൻസ് ടെക്നിക്കുകളെ കുറിച്ചുള്ള ചർച്ച ഒന്ന് മാറ്റിവെച്ചിട്ട് ആദ്യം സാറിന് എന്തൊക്കെ ടെക്നിക്കുകൾ അറിയാം എന്നതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. സാറിനറിയാവുന്ന എല്ലാ ടെക്നിക്കുകളും എനിക്ക് പറയാൻ കഴിഞ്ഞാ സാർ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്ക് ഏതാണെന്ന് കണ്ടെത്താൻ എനിക്ക് എളുപ്പമായിരിക്കും. സന്ദീപ് ചേതനോട് ചോദിച്ചത് അയാൾ ഉപയോഗിച്ച പുതിയ മുറ ഏത് മുറകളെ ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്ന് കണ്ടെത്താൻ മാത്രമാണ്. എന്നാൽ ചേതൻ അയാൾക്ക് അറിയാവുന്ന മുറകളെല്ലാം കണ്ടെത്തി പറയാമെന്ന് അങ്ങോട്ട് പറഞ്ഞു. ചേതന് എങ്ങനെ ഇത്ര ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ കഴിയുന്നു എന്ന ചിന്തയിൽ അവിടെയുള്ളവർ എല്ലാം കുഴഞ്ഞു. പക്ഷേ ഏറ്റവും അധികം ആശയക്കുഴപ്പത്തിലായത് സന്ദീപാണ്. ചേതൻ മെല്ലെ പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി. നമുക്ക് ആദ്യം മുതൽ തന്നെ തുടങ്ങാം. 3 വർഷം മുമ്പ് സന്ദീപ് സാർ 10,000 ട്രിബ്യൂട്ടറീസ് എന്ന ടെക്നിക്ക് ഉപയോഗിച്ച് ലെവൽ 1 പൊട്ടൻസി ഗുളിക ഉണ്ടാക്കി. അങ്ങനെയാണ് ആൽക്കമി ടെസ്റ്റ് വിജയിച്ച് ആൽക്കമിസ്റ്റായി മാറിയത്. അതേ വർഷം തന്നെ അദ്ദേഹം പല പുതിയ വിദ്യകൾ പഠിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞുള്ള വർഷം ഒരു ആൽക്കമിസ്റ്റിന്റെ ജന്മദിനത്തിന്റെ അന്ന് രാത്രി സന്ദീപ് അയാളുടെ ഓഫീസിലേക്ക് നുഴഞ്ഞു കയറി അയാളുടെ ഇല്യൂസറി സിൽക്ക് ഹാൻഡ്സ് ടെക്നിക്ക് അടിച്ചു മാറ്റി. ആ ടെക്നിക്കിൽ നിന്നും മറ്റൊരു ടെക്നിക്ക് ഉണ്ടാക്കിയാണ് ഇയാൾ വിറ്റാമിൻ ടാബ്ലറ്റ്സ് ഉണ്ടാക്കിയത്. അതിലൂടെയാണ് ഇയാൾ നിങ്ങളെ എല്ലാവരെക്കാളും പ്രശസ്തനായത്. ആ സമയത്ത് എല്ലാവരും സന്ദീപ് സാറിനോട് പല സംശയങ്ങളും ചോദിച്ചു തുടങ്ങി. അതുകൊണ്ട് അതിനൊരു ഉത്തരം കൊടുക്കാൻ ഇയാൾ വീണ്ടും മറ്റൊരു പ്രശസ്തനായ ആൽക്കമിസ്റ്റിന്റെ ഫ്രോഡ് ത്രെഡഡ് ഹാൻഡ്സ് എന്ന ടെക്നിക്ക് അടിച്ചു മാറ്റി. അതുപോലെ കഴിഞ്ഞ വർഷം ഇയാൾ ഒരു ആൽക്കമിസ്റ്റിന്റെ വേലക്കാരനെ 50,000 സ്വർണ്ണ നാണയങ്ങൾ നൽകി അയാളെ ഇയാളുടെ വശത്താക്കി. എന്നിട്ട് ആ വേലക്കാരൻ വഴി ആ ആൽക്കമിസ്റ്റിന്റെ ഒരു ടെക്നിക്കും അടിച്ചു മാറ്റി. എന്തിനധികം പറയുന്നു, ഇവിടെ ഇരിക്കുന്ന ജിനേഷ് സാറിന്റെ വേലക്കാരനെ വരെ ഇയാൾ ഈ ഇടയ്ക്ക് വശത്താക്കി അദ്ദേഹം ഉണ്ടാക്കിയ ടെക്നിക്സ് അടിച്ചു മാറ്റി. ഇങ്ങനെ അടിച്ചു മാറ്റിയ ടെക്നിക്കെല്ലാം കൂട്ടിച്ചേർത്ത് നോക്കിയാ എങ്ങനെ വന്നാലും ഇപ്പൊ ഇയാളുടെ കയ്യിൽ 12 എണ്ണെങ്കിലും കാണണം. ചേതൻ ഒറ്റ ശ്വാസത്തിൽ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞതും സന്ദീപിന്റെ മുഖം വിളറി വെളുത്തിരുന്നു. അത് കാണുകെ ചേതൻ ഒന്ന് ചിരിച്ചു. എന്താ സന്ദീപ് സാർ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അതോ ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മോഷണം മിസ്സായിട്ടുണ്ടോ? ചേതൻ പരിഹാസത്തോട് ചോദിച്ചു. സന്ദീപിന്റെ മുഖത്ത് അടക്കാനാവാത്ത ഭയം പ്രകടമായിരുന്നു. നിനക്ക്? സന്ദീപ് പേടിച്ച് 2 അടി പിന്നോട്ട് വെച്ചു. എന്ത് സന്ദീപ്, ചേതനി പറയുന്നതൊക്കെ സത്യമാണോ? ഞാൻ തന്നെ എന്റെ സുഹൃത്തായി കണ്ട് എന്റെ ടെക്നിക്ക് കാണിച്ചു തന്നല്ലേ? എന്നിട്ടും നിങ്ങൾ എന്തിനാണ് എന്റെ ടെക്നിക്ക് മോഷ്ടിച്ചത്? ഇതുകൊണ്ടാണല്ലേ അന്ന് ബർത്ത്ഡേ ഫംഗ്ഷന്റെ ഡിന്നറിന്റെ സമയത്ത് നിങ്ങൾ അവിടെ കാണാതിരുന്നത്? അപ്പോഴാണോ നിങ്ങൾ എന്റെ ഓഫീസിൽ കയറി അതെടുത്തത്? സന്ദീപ്, നമ്മൾ 2 വർഷമായി ഒരുമിച്ച് ജോലി ചെയ്യുന്നവരല്ലേ? നിങ്ങൾ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് എന്റെ ടെക്നിക്ക് കാണിച്ചു തരുമായിരുന്നല്ലോ. അതിനു പകരം നിങ്ങൾ അതെന്റെ വേലക്കാരനിലൂടെ അത് മോഷ്ടിച്ചു. ഇത്രയും നീചമായൊരു പ്രവൃത്തി ഞാൻ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചില്ല. സന്ദീപ് കാരണം പറ്റിക്കപ്പെട്ടവരെല്ലാം അയാളോട് രോഷാകുലരായി ഓരോന്ന് പറയാൻ തുടങ്ങി. മരുന്ന് തയ്യാറാക്കുന്ന മുറകൾ യുദ്ധമുറകളോട് സമാനമായവയാണ്. ഓരോ മുറകളും പരമ്പരാഗതമായി ഓരോരുത്തരുടെ കുടുംബങ്ങളിൽ നിന്നും കൈമാറി വരുന്നവയാണ്. അതുമല്ല, ഇങ്ങനെ കൈമാറി വരുന്ന വിദ്യകൾ സാധാരണ പുറത്തുള്ളവരെ ആരെയും പഠിപ്പിക്കാറുമില്ല. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ആൽക്കമി യൂണിയനിൽ ഉള്ളവരാണ്. അവർ പരസ്പരം ടെക്നിക്കുകൾ പഠിച്ചും പഠിപ്പിച്ചുമാണ് ആ യൂണിയൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആരെങ്കിലും എന്തെങ്കിലും ടെക്നിക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് ആരുടെ ടെക്നിക്കാണോ അവരോടത് പഠിപ്പിച്ചു തരാനായി ആവശ്യപ്പെടണം. അയാൾക്കവർ വഴികാട്ടിയായി മാറണം. ഇതെല്ലാം കള്ളത്തരത്തിലൂടെയല്ല, മറിച്ച് ആളുകളെല്ലാം അറിയിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്. അതുമല്ല, ഈ മുറകൾ പഠിച്ചു കഴിഞ്ഞാൽ അത് പഠിപ്പിച്ചവർ ഒരു വഴികാട്ടിയായല്ല, ഒരു നല്ല സുഹൃത്തായാണ് മാറുക. പക്ഷേ ഇതേ മാർഗങ്ങൾ മോഷണത്തിലൂടെ പഠിക്കുന്നതും ഒരു യോദ്ധാവിന്റെ യുദ്ധമുറകൾ മോഷ്ടിക്കുന്നതിന് തുല്യമാണ്. അത്തരമൊരു പ്രവൃത്തി ഈ ലോകത്ത് വളരെ മോശമായാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. എല്ലാവരുടെയും ദേഷ്യം കണ്ട സന്ദീപ് ആകെ ഭയത്തിലായി പരിഭ്രമിച്ചു. അവൻ പറയുന്നൊന്നും നിങ്ങൾ ആരും വിശ്വസിക്കരുത്, ഇതെല്ലാം അവന്റെ തന്ത്രങ്ങളാണ്. സന്ദീപ് ഓരോ ഒഴിവ് കഴിവുകൾ പറയാൻ തുടങ്ങി. എന്റെ തന്ത്രങ്ങളാണെന്നോ? ചേതൻ മുന്നോട്ട് വന്ന് സന്ദീപിനോട് പരിഹാസത്തോടെ ചോദിച്ചു. ഇപ്പോ ആൽക്കമിസ്റ്റ് സന്ദീപ് ഈ മരുന്നുണ്ടാക്കിയത് 23 സസ്യങ്ങൾ ഉപയോഗിച്ചല്ലേ? ഞാൻ പറഞ്ഞ ശരിയാണോ? അവൻ അവിടെ ഉള്ളവരോട് എല്ലാവരോടുമായി ചോദിച്ചു. ഒരു ഗുളിക ഉണ്ടാക്കാൻ എത്ര ഔഷധങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് എല്ലാ ആൽക്കമിസ്റ്റുകൾക്കും അറിയാവുന്ന കാര്യമാണ്. അതൊരു വലിയ രഹസ്യമായിരുന്നില്ല. അതുകൊണ്ട് മറച്ചു വെക്കുന്നതിൽ ഒരു കാര്യവുമില്ല. നീ പറഞ്ഞ ശരിയാണ്,
അവിടെയുള്ളവർ അവന് മറുപടി കൊടുത്തു. സ്വർണ്ണ നദിയുടെ ജലത്തിൽ താമരയുടെ വേരുകൾ കലർത്തുമ്പോൾ അതിന്റെ മുകൾ ഭാഗം മുന്നോട്ട് വളഞ്ഞിരുന്നു. നിങ്ങളുടെ ചെറുവിരൽ പിന്നിൽ നിന്നൊരു പുഷ്പം പറിച്ചെടുക്കുന്നത് പോലെയായിരുന്നു അതിനെ പിടിച്ചിരുന്നത്. ഇത് സിൽക്ക് ഹാൻഡ് ടെക്നിക്കിൽ നിന്ന് നിങ്ങൾ മോഷ്ടിച്ചതല്ലേ സന്ദീപ്? ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയോ? അതുപോലെ നിങ്ങൾ അതിലേക്ക് സൂര്യന്റെ സാരാംശം ചേർത്തപ്പോൾ നിങ്ങളുടെ 5 വിരലുകളും അല്പം അകലത്തിൽ പിടിച്ചാണ് നിങ്ങൾ അത് ചെയ്തത്. ഇത് നിങ്ങൾ ഫ്രോഡ്സ് ത്രെഡഡ് ഹാൻഡ്സ് എന്ന ടെക്നിക്കിൽ നിന്ന് മോഷ്ടിച്ചതല്ലേ എന്ന് ചോദിച്ചിട്ട് അടുത്തുണ്ടായിരുന്ന ഗ്ലാസ്സിലെ വെള്ളമെടുത്ത് കുടിച്ചിട്ട് ചേതൻ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. വെള്ളമൊക്കെ കുടിച്ച് എനർജി വീണ്ടെടുത്തിട്ട് ഇനിയും സന്ദീപിനുള്ള പണി കൊടുക്കാൻ പോകുവാണെന്ന് തോന്നുന്നു. ഇന്നത്തോടെ സന്ദീപിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് തോന്നുന്നത്. ശ്രുതി പിറുപിറുത്തു. പിന്നെ പർപ്പിൾ പുല്ലും വെള്ളപ്പൂവും ചേർക്കുമ്പോ പാത്രത്തിലേക്ക് ഇടുന്നതിന് മുമ്പ് 2 തവണ ഒന്ന് ഇളക്കി കൊടുത്താ അത് തമ്മിൽ കൂട്ടിമുട്ടിയാലും അതിന്റെ എഫക്റ്റുകൾ തമ്മിൽ കൂടി കലരാതിരിക്കും. അത് മാത്രമല്ല, ഇങ്ങനെ ചെയ്താ ഈ 2 സസ്യങ്ങളുടെ ശക്തി പൂർണ്ണമായി ആ മരുന്നിൽ ലഭിക്കുകയും ചെയ്യും. അതുമല്ല, ആ മരുന്ന് പെട്ടെന്ന് തയ്യാറാകുകയും ചെയ്യും. ഇത് നിങ്ങളുടെ സീനിയേഴ്സ് കണ്ടെത്തിയ ക്ലൗഡ് ടെക്നിക്കല്ലേ? പിന്നെ നിങ്ങൾ മരുന്ന് തയ്യാറാക്കിയ ശേഷം നിങ്ങളുടെ ഓറ കൊണ്ട് ആ മരുന്നിന് മീതെ ഒരു കവചം സൃഷ്ടിച്ചു. പെട്ടെന്ന് അറിയാൻ കഴിയില്ലെങ്കിലും അടുത്തു വന്ന് നോക്കുന്നവർക്ക് അതറിയാൻ കഴിയും. ദിനേഷ് സാർ, അത് സാറിന്റെ ടെക്നിക്കല്ലേ? ചേതൻ ചോദിച്ചു. എന്നിട്ട് അവൻ മറ്റുള്ളവർക്ക് സംസാരിക്കാൻ അവസരം കൊടുത്തുകൊണ്ട് മിണ്ടാതെ നിന്നു. സന്ദീപ് വീണ്ടും ചേതൻ പറഞ്ഞതെല്ലാം നിഷേധിച്ചു. ഇതെല്ലാം ചേതൻ മെനഞ്ഞെടുത്ത കഥകളാണെന്ന് അയാൾ പറയാൻ ഒരുങ്ങുന്നത് കണ്ട ചേതൻ ചുറ്റുമിരിക്കുന്ന മറ്റ് ആൽക്കെമിസ്റ്റുകളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് സന്ദീപിന് ഇനിയും വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിന്റെ എല്ലാം സത്യാവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ഇപ്പോ. അതുകൊണ്ട് ഇനി എന്താ വേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. സന്ദീപിന്റെ മുഖം വിളറി വെളുത്തു. ചേതൻ പറയുന്നതെല്ലാം സത്യമാണെന്ന് അവൻ അറിയാമായിരുന്നു. വേഗത്തിൽ പഠിക്കാനും മുന്നേറാനും വേണ്ടിയാണ് അയാൾ മറ്റുള്ളവരുടെ ടെക്നിക്കുകൾ മോഷ്ടിച്ചത്. താൻ വളരെ സൂക്ഷ്മതയോടെയാണ് ഈ ജോലി ചെയ്തതെന്നും ഇതിനെക്കുറിച്ച് മറ്റാരും കണ്ടുപിടിക്കില്ലെന്നും അയാൾക്ക് ഉറപ്പായിരുന്നു. പിന്നെ എങ്ങനെ അത് ചേതൻ അറിഞ്ഞു? അതും ഇത്രയും കൃത്യമായി തന്നെ. നാണക്കേട് കാരണം അത്രയും പേരുടെ മുമ്പിൽ വിവസ്ത്രനായി നിൽക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. അവിടെയുള്ളവരുടെ എല്ലാം ശ്രദ്ധ തന്നിലേക്കാണെന്ന് അയാൾക്കറിയാം. അതിനാൽ തന്നെ അയാൾ ഉള്ളിൽ ഭയന്ന് വിറയ്ക്കുകയായിരുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ തന്ത്രശാലിയായ നീയാണോ എന്നിട്ട് ഞാൻ ആ തന്ത്രങ്ങൾ മെനയുന്നതെന്ന് പറഞ്ഞത്? ചേതൻ അയാളുടെ അവസ്ഥ ഒട്ടും മാനിക്കാതെ തന്നെ ചോദിച്ചു. പിന്നെ ഒന്ന് മെല്ലെ ചിരിച്ചുകൊണ്ട് സന്ദീപിന്റെ അരികിലേക്ക് ചെന്നു. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങളിപ്പോ ഇവിടെ ഉപയോഗിച്ച മുറകളുടെ പേര് കണ്ടുപിടിക്കുന്ന ജോലി ഇനിയും ബാക്കിയില്ലേ? നിങ്ങൾ എല്ലാവരുടെ അടുത്തുനിന്ന് മോഷ്ടിച്ചതൊക്കെ വെച്ചുണ്ടാക്കിയ ഈ മുറയുടെ പേര് 10,000 നദികളുടെ സംഘം എന്നല്ലേ? അതുകൂടെ കേട്ടതും സന്ദീപ് അടിപതറി വീണു. ഇതൊക്കെ നിനക്ക് എങ്ങനെ സാധിക്കുന്നു? നീ ഒരു പിശാചാണ്. സന്ദീപ് ചേതന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ചേതൻ പറയുന്നതെല്ലാം സത്യമാണോ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരെ കുറിച്ചും എന്തോ ബുക്കിൽ വായിച്ചതുപോലെ വ്യക്തമായി എല്ലാം പറയുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന് മുമ്പിൽ ആരൊക്കെ ചെന്നിട്ടും അവർക്കൊന്നും അദ്ദേഹത്തെ തോൽപ്പിക്കാനും കഴിയുന്നില്ല. ആരൊക്കെ വന്നാലും അവർക്കൊക്കെയുള്ള തക്കതായ പണി കയ്യിൽ റെഡിയാക്കി വെച്ചിട്ടുള്ളത് പോലെ. സാറിന് ഇതൊക്കെ കണ്ടിട്ട് എന്താ തോന്നുന്നത്? എന്തോ എവിടെ ഒരു പന്തികളില്ലേ? ശ്രുതി ജിജേഷിനോട് ചെവിയിൽ ചോദിച്ചു. അവനെ കുറിച്ച് ഓർത്ത് നിന്നേക്കാൾ വലിയ ഡൗട്ടിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ചേതൻ പറയുന്നതെല്ലാം സത്യമാണ്. അതുകൊണ്ടാണ് അവനെതിരെ നിൽക്കുന്നവരെല്ലാം ഇങ്ങനെ പതറിപ്പോകുന്നത്. ജിജേഷ് ഗൗരവത്തോടെ പറഞ്ഞു. ഇവിടെ നടക്കാൻ പോകുന്നത് ഇങ്ങനൊരു വൺമാൻ ഷോ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വല്ല പോപ്കോണും കൊണ്ട് വന്നേനെ. കാണാൻ നല്ല രസമുണ്ട്. ശ്രുതി പെറുപിറുത്തു. ഇതേ സമയം സന്ദീപ് ഭയത്താൽ അടിമുടി വിറയ്ക്കുകയായിരുന്നു. ചേതൻ താനാ മുറക്കിട്ട പേര് കൃത്യമായി പറഞ്ഞതും അയാൾ ആകെ ഞെട്ടലായി. കുറച്ചുനാൾ മുമ്പാണ് അയാൾ ആ പേര് കണ്ടെത്തിയത്. അതുമല്ല, അയാൾ ആ പേര് തന്റെ അസിസ്റ്റൻസിനോട് പോലും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ എവിടെ നിന്നോ വന്ന ചേതൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞു? സത്യത്തില് ഇവൻ ആരാണ്? ഇനി വല്ല പ്രേതോ ഭൂതോ മറ്റോ ആണോ? സന്ദീപ് ഭയത്തോടെ ചിന്തിച്ചു. അധ്യായം 86. എല്ലാവരുടെയും മുന്നിൽ ബോംബ് പൊട്ടിക്കുന്നത് പോലെ സന്ദീപ് ഇത്രയും കാലം മറച്ചുവെച്ച സത്യങ്ങളെല്ലാം ചേതൻ വെളിപ്പെടുത്തി. ആൽക്കിമിസ്റ്റുകളെല്ലാം ദേഷ്യത്തിൽ ജ്വലിക്കുന്ന കണ്ണുകളോടെ സന്ദീപിനെ നോക്കി. 10,000 നദികളുടെ സംഗമമോ? ഞങ്ങളുടെ എല്ലാ ടെക്നിക്കുകളും മോഷ്ടിച്ച് അതെല്ലാം കൂട്ടിച്ചേർത്ത് മറ്റൊരു ടെക്നിക്ക് ഉണ്ടാക്കിയിട്ട് അത് നിന്റെ ടെക്നിക്കാണെന്ന് പറഞ്ഞ് പേരുമിട്ടിരിക്കുന്നു. 10,000 നദികളുടെ സംഗമം എന്നല്ല, അഴുക്ക് ചാലെന്നായിരുന്നു അതിന് പേരിടേണ്ടിയിരുന്നത്. നിന്റെ ധൈര്യം എന്തായാലും സമ്മതിച്ചിരിക്കുന്നു.
ഞങ്ങളുടെ ടെക്നിക്കുകളെല്ലാം മിക്സ് ചെയ്തിട്ട് അതിന് പുതിയ പേരിട്ടിരിക്കുന്നു. കള്ളത്തെമ്മാടി. നീയുമായുള്ള എല്ലാ ബന്ധവും ഇതോടെ അവസാനിച്ചു. ഇനി സൗഹൃദം എന്നൊക്കെ പറഞ്ഞ് എന്റെ അടുത്ത് എങ്ങാനും വന്നാ അവിടെയുള്ള ആൽക്കെമിസ്റ്റുകളെല്ലാം അവരുടെ രോഷം അവന്റെ മേൽ പ്രകടിപ്പിച്ചു. ഒരു കാലത്ത് സന്ദീപിന്റെ കഴിവ് കണ്ട് അയാളെ അഭിമാനത്തോടെ നോക്കിയിട്ടുള്ളവരാണ് അവരൊക്കെ. പക്ഷേ അപ്പോഴൊന്നും സ്വന്തം മുറകൾ തന്നെയാണ് അയാൾ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോയ പമ്പര വിഡ്ഢികളാണ് തങ്ങളെന്ന് അവർക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ചതിക്കപ്പെട്ടത് ഓർക്കും തോറും അവരുടെ കോപം അധികരിച്ചു. ഒരാൾക്ക് എങ്ങനെ ഇത്രയും നാണം കെട്ടവനാകാൻ കഴിയും? ഒരുപക്ഷെ മുറകൾ പഠിക്കണമെന്ന് സന്ദീപ് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു. മിക്ക ആൽക്കെമിസ്റ്റുകളും അയാളെ അത് പഠിപ്പിക്കുകയും ചെയ്തിരുന്നേനെ. അങ്ങനെയൊക്കെ ചെയ്യാമെന്നിരിക്കെ ഇത്ര ഹീനമായ ഒരു കുറ്റം ചെയ്ത് എല്ലാവരുടെയും മുമ്പിൽ ഒരു ശ്രേഷ്ഠനായി സ്വയം കാണിക്കാൻ ശ്രമിച്ചത് മാപ്പർഹിക്കാത്ത കുറ്റം തന്നെയാണ്. എല്ലാവരും അല്പം ഒന്ന് ശാന്തരായിരിക്കൂ. അവിടെയുള്ളവരുടെ മുഴുവൻ കണ്ണുകളിലെ ദേഷ്യവും വെറുപ്പും കണ്ടു ശ്രദ്ധിച്ച് ചേതൻ ഉറക്കെ പറഞ്ഞു. സന്ദീപ് സാർ, അപ്പൊ എങ്ങനെ കാര്യങ്ങള്? ഞാൻ ജയിച്ചോ? ഒന്നും പറഞ്ഞില്ലല്ലോ. ചേതൻ സന്ദീപിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് അയാളോട് ചോദിച്ചു. സന്ദീപിന് ഇപ്പോഴും അവിടെ നടക്കുന്നതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. താനിപ്പോൾ ഏതോ ദുസ്വപ്നം കാണുകയാണെന്ന് വരെ അയാൾക്ക് തോന്നി. നീ? ചേതന്റെ ചിരി കണ്ട് അയാൾ ഒന്ന് വിക്കി. നീ ജയിച്ചു, ഞാൻ തോറ്റു. സന്ദീപ് വേറെ വഴിയില്ലാതെ പറഞ്ഞു. തന്റെ മേലുള്ള ചേതന്റെ നോട്ടം അയാളെ ഭയപ്പെടുത്തിയിരുന്നു. ചേതനോട് വീണ്ടും തർക്കിച്ചു നിൽക്കാൻ ശ്രമിച്ചാൽ മറ്റെന്തൊക്കെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന പേടിയും അവനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൂടുതലൊന്നും ചിന്തിക്കാതെ അയാൾ തോൽവി സമ്മതിച്ചത്. അയാൾക്ക് തന്റെ പ്രവൃത്തികളെ ഓർത്ത് കുറ്റബോധം ഉണ്ടായിരുന്നു. രാജേഷിന്റെയും ദേവരാജിന്റെയും തെറ്റുകൾ ചേതൻ മുമ്പ് വെളിയിൽ കൊണ്ടുവന്നുവെങ്കിലും അവരൊന്നും ഇങ്ങനെ നാണം കെട്ടിട്ടില്ല എന്ന് വേണം പറയാൻ. ഈ സംഭവം മറ്റുള്ളവർ അറിയുമ്പോൾ സന്ദീപിന്റെ സ്ഥാനം തീർച്ചയായും നഷ്ടപ്പെടുമെന്ന് 100% ഉറപ്പാണ്. ആളുകൾ അവനെ കള്ളനെന്നും ചതിയനെന്നും വിളിക്കും. അവരെല്ലാം അവനെ ആൽക്കമി യൂണിയനിൽ നിന്ന് പുറത്താക്കുകയും വെറുക്കുകയും ചെയ്യും. ഇത്രയും വർഷങ്ങൾ കൊണ്ട് സന്ദീപ് കെട്ടിപ്പടുത്ത തന്റെ നിലയും വിലയുമെല്ലാം കാറ്റിൽ പറക്കുന്ന നിലയിലെത്തി. സന്ദീപ് തന്റെ തോൽവി സമ്മതിച്ചപ്പോൾ ചേതനൊന്ന് പുഞ്ചിരിച്ചു. അവരോടെല്ലാം ചേതന് വ്യക്തിപരമായി ശത്രുതയില്ലായിരുന്നു. എത്രയും പെട്ടെന്ന് സംവാദത്തിൽ ജയിച്ച് അവിടെ നിന്ന് പോകണം എന്നേ അവൻ ആഗ്രഹിച്ചുള്ളൂ. അതുപോലെ തന്നെ എല്ലാവരുടെയും മുന്നിൽ മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും ചേതന് ആഗ്രഹമില്ലായിരുന്നു. എന്നാൽ കിട്ടിയ അവസരം മുതലെടുത്ത ആളാവാൻ വേണ്ടി ചേതനെ അപമാനിക്കാൻ സന്ദീപിനെ പോലെയുള്ളവർ ശ്രമിക്കുമ്പോൾ ചേതന് അത് കണ്ടു നിൽക്കാനാകുമോ? അതും ഇത്രയധികം തെറ്റുകൾ ചെയ്ത ചരിത്രമുള്ളവർ. എനിക്ക് ഇവിടെ ആരോട് ശത്രുതയില്ല, അതുപോലെ സുഹൃത്തുക്കളുമില്ല. നിങ്ങളാണ് എന്നെ ആദ്യം വെല്ലുവിളിച്ചത്, അല്ലാതെ ഞാനല്ല. ഇതിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ആരെങ്കിലും നിങ്ങളോട് മത്സരിക്കാൻ വന്നാ അവർക്ക് എത്ര കഴിവുണ്ടെന്ന് നോക്കി സ്വയം മെച്ചപ്പെടുത്താൻ നോക്കുകയാണ് വേണ്ടത്. അല്ലാതെ അവരുടെ കഴിവിൽ അസൂയപ്പെട്ട് ചതിയിലൂടെ അവരെ വീഴ്ത്താൻ ശ്രമിക്കുകയല്ല. ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കി ഇവിടെ സംവാദം നടത്താൻ വാ, ചേതൻ സന്ദീപിനോട് പറഞ്ഞു. എന്നിട്ട് മറ്റുള്ളവരുടെ നേരെ തിരിഞ്ഞ് അവരെ നോക്കി ഉറക്കെ ചോദിച്ചു, അടുത്തത് ആരാണ്? അത് കേട്ടതും ആ മുറിയാകെ നിശബ്ദമായി. ആദ്യത്തെ 3 പേരുടെയും പിഴവുകൾ മാത്രമാണ് ചേതൻ കണ്ടെത്തിയത്. അതും അവരുണ്ടാക്കിയ ടാബ്ലറ്റ്സ് മാത്രം കണ്ടിട്ട്. അതിൽ നിന്നും തന്നെ അവിടെയുള്ളവർക്കെല്ലാം ചേതൻ എത്രത്തോളം കഴിവുള്ളവനാണെന്ന് മനസ്സിലായിരുന്നു. 3 ആൽക്കിമിസ്റ്റുകൾ ഇതിനോടകം തന്നെ നാണം കെട്ട് പുറത്തായി. 10 7 പേർ മാത്രമാണ് അവശേഷിക്കുന്നത്. അടുത്തത് ആരാണെന്ന് അറിയാൻ ശ്രുതിയും ജിജേഷും പോലും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അവിടെയുള്ളവരെല്ലാം നിശബ്ദരായിരുന്നു. ചേതൻ അവരെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. സംവാദത്തിൽ ചേതന് 10 ആൽക്കിമിസ്റ്റുകളെയും പരാജയപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ അവന് വിജയിക്കാനാവൂ. അടുത്തത് ആരാണെന്നറിയാൻ ചേതൻ അവരെയെല്ലാം നോക്കിക്കൊണ്ടു നിന്നു. പക്ഷേ അവർ ആരും ആ മുറിയിലെ നിശബ്ദത ഭേദിച്ച് മുന്നോട്ട് വരാൻ തയ്യാറായില്ല. തങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നിന്റെ മാത്രം കുറവുകളാണ് ചേതൻ കണ്ടെത്തി പറയുന്നതെങ്കിൽ ആർക്കും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ അങ്ങനല്ലല്ലോ. ചേതൻ മരുന്നുണ്ടാക്കുന്ന ആളുടെ ജാതകം വരെ ചികഞ്ഞെടുക്കുകയല്ലേ. ആരാണ് ഇത്ര വലിയ സദസ്സിന് മുന്നിൽ അപമാനിക്കപ്പെടാൻ അറിഞ്ഞുകൊണ്ട് തുനിഞ്ഞിറങ്ങുക? അവൻ തോൽപ്പിച്ച 3 പേരുടെയും അവസ്ഥ കണ്ടില്ലേ? ആദ്യത്തെ ആളായ രാജേഷ് തോൽക്കാൻ കാരണം തന്റെ നഷ്ടപ്രണയത്തെയും ചതിക്കപ്പെട്ടതിനെയും ഓർത്തുള്ള വിഷമവും ദേഷ്യവുമായിരുന്നെങ്കിൽ, രണ്ടാമത്തെ ആളായ ദേവരാജ് മരണത്തിന്റെ വക്കിലായിരുന്നു എന്നതാണ് കാരണം. 3ാമനായ സന്ദീപിന്റെ മോഷണ ചരിത്രം എല്ലാവരും അറിയുകയും ചെയ്തു. അതുകൊണ്ടാരും തങ്ങളുടെ രഹസ്യങ്ങളെല്ലാം മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ ചേതന് അവസരം നൽകാൻ ആഗ്രഹിച്ചിരുന്നില്ല. ചേതന് ഒറ്റ നോട്ടത്തിൽ തന്നെ മറ്റുള്ളവരുടെ മാനസികാവസ്ഥയും രഹസ്യങ്ങളും എല്ലാം പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന എന്തോ നിഗൂഢമായ കഴിവുണ്ടെന്ന് അവർ ശക്തമായി വിശ്വസിച്ചു.
അത്തരമൊരു വ്യക്തിയെ വെല്ലുവിളിക്കാൻ ആരാണ് ആഗ്രഹിക്കുക? പക്ഷേ നിർഭാഗ്യവശാൽ സംവാദം തുടരാതെ തോൽവി സമ്മതിക്കാനും അവർക്ക് കഴിയില്ല. കാരണം ചർച്ച നടത്താതെ തോൽവി സമ്മതിച്ചാൽ അവർ അസിസ്റ്റന്റിനെ സഹായിച്ചെന്ന ആക്ഷേപം വരും. അത് തട്ടിപ്പിന് തുല്യമാണ്. ഇക്കാര്യം നേതൃത്വം അറിഞ്ഞാൽ എല്ലാവരുടെയും ആൽക്കിമിസ്റ്റ് ലൈസൻസ് എടുത്തു മാറ്റും. കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല, മധുരിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല എന്ന അവസ്ഥയായിരുന്നു അവർക്ക്. അതുകൊണ്ടാണ് ഇപ്പോൾ ചേതനുമായി സംവദിക്കാനോ അതിൽ നിന്ന് പിന്മാറാനോ കഴിയാതെ അവർ പെട്ടുകിടക്കുന്നത്. എല്ലാവരും അവിടെ നിശബ്ദരായി തന്നെയിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട് സംവാദം നിയന്ത്രിക്കാൻ നിയോഗിച്ചിരുന്ന ആൽക്കിമിസ്റ്റ് ജിജേഷ് ഇടപെട്ടു. വേഗം ആരാന്ന് വെച്ചാ വരൂ. സമയം അനാവശ്യമായി പോകുന്നത് കണ്ടില്ലേ? ഇനിയും ഈ സംവാദം ഇങ്ങനെ വലിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കൂ. അവന്റെ വാക്കുകൾ കേട്ടതും ജിനേഷ് അല്പം ഒന്ന് ചിന്തിച്ച ശേഷം മുന്നോട്ട് ചെന്നു. ഞാൻ തയ്യാറാണ്. ജിനേഷിന് ചേതനെ നേരത്തെ തന്നെ അറിയാം. അവന്റെ കഴിവിന്റെ കാര്യത്തിൽ പോലും അയാൾ ജിജേഷുമായി പോലും പന്തയം വെച്ചിരുന്നു. ആദ്യ നോട്ടത്തിൽ ജിനേഷും ജിജേഷും ചേതൻ അഹങ്കാരിയും പിടിവാശിക്കാരനുമാണെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ അതേ ചേതനാണ് ഇപ്പോൾ ഒരു കഴിവുള്ള വ്യക്തിയായി അവരുടെ മുന്നിൽ നിൽക്കുന്നത്. ജിനേഷ് ആദ്യം മടിച്ചെങ്കിലും മുന്നോട്ട് വരികയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. എന്തു തന്നെ ആയാലും മിണ്ടാതിരുന്നത് കൊണ്ട് സംവാദം തീർക്കാൻ കഴിയില്ലെന്ന് ജിനേഷിനറിയാം. സംവാദം ചെയ്യാൻ ആരെങ്കിലും മുന്നോട്ട് വരണം. അതുകൊണ്ടാണ് രണ്ടും കൽപ്പിച്ച് ജിനേഷ് ഇറങ്ങിയത്. അയാൾ സംവാദത്തിന് തയ്യാറായി മുന്നോട്ട് വന്ന് അടുപ്പിന്റെ അടുത്തെത്തിയപ്പോൾ കൂട്ടത്തിൽ നിന്ന് ഒരു വൃദ്ധൻ എഴുന്നേറ്റ് നിന്നു. അയാളെ കണ്ട് മറ്റെല്ലാ ആൽക്കിമിസ്റ്റുകളും അത്ഭുതപ്പെട്ടു. ഡേവിഡ്, എന്തിനാ ഇപ്പൊ എഴുന്നേറ്റത്? ജിജേഷ് ആശയക്കുഴപ്പത്തിലായി. കുറച്ചു നേരം മുമ്പ് സന്ദീപ് മോഷ്ടിച്ചെന്ന് ചേതൻ പറഞ്ഞ ടെക്നിക്കുകളിൽ ഒന്ന് ഇദ്ദേഹത്തിന്റെ ആയിരുന്നു. അതുകൊണ്ട് ഡേവിഡ് വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു. എങ്കിലും അയാൾ എന്തായിരിക്കും ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നത്? ആൽക്കിമിസ്റ്റ് ഡേവിഡ് സീനിയർ ഒന്നുമല്ലെങ്കിലും അയാൾക്ക് നല്ല കഴിവും വിവരവും ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഒരു ആൽക്കിമിസ്റ്റ് മാത്രമല്ല, ഈസ്റ്റ് ലൈനിന്റെ തലവൻ കൂടിയാണ്. താൻ ഡേവിഡിനേക്കാൾ താഴ്ന്ന നിലയിലായതുകൊണ്ട് ജിനേഷ് തന്റെ സീറ്റിലേക്ക് മടങ്ങി. ചേതാ, നിനക്ക് ബുദ്ധിയും കഴുകന്റെ കണ്ണും ഉണ്ടെന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നിനക്ക് തിയറി അറിയുന്ന അത്ര നന്നായിട്ട് മരുന്നുകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് അറിയില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഡേവിഡ് ചേതന്റെ മുന്നിൽ വന്നു നിന്ന് സംസാരിക്കാൻ തുടങ്ങി. ഡേവിഡ് ഇത്രയും നേരം ചേതനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സന്ദീപ് തന്റെ മുറകൾ മോഷ്ടിച്ചതിൽ അയാൾക്ക് ദേഷ്യം തോന്നിയെങ്കിലും ചേതന്റെ പ്രവർത്തികളാണ് അയാളെ കൂടുതൽ കോപാകുലനാക്കിയത്. താൻ കണ്ടുപിടിച്ച ടെക്നിക്ക് മോഷ്ടിക്കപ്പെട്ട വിവരം ചേതൻ ഇങ്ങനെ എല്ലാവരെയും മുമ്പിൽ വെച്ച് വിളിച്ചു കൂവിയത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. തന്റെ കയ്യിൽ നിന്നും അശ്രദ്ധ കാരണം മുറകൾ മോഷണം പോയി എന്ന് മറ്റുള്ളവർ അറിഞ്ഞതിൽ അയാൾക്ക് നാണക്കേട് തോന്നി. എല്ലാത്തിനുമുപരി ഒരു ശക്തമായ കുടുംബത്തിലെ ആൽക്കെമിസ്റ്റിന്റെ മുറകൾ വെറുമൊരു നിസ്സാരക്കാരനായ മറ്റൊരു ആൽക്കെമിസ്റ്റ് മോഷ്ടിക്കുന്നത് തടയാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിലും വലിയ നാണക്കേട് വേറെയുണ്ടോ? ഇത് പുറത്തറിഞ്ഞാൽ തന്നെ എല്ലാവരും ഒരു കോമാളിയെ പോലെ നോക്കുമെന്ന് അയാൾ ചിന്തിച്ചു. ആ ചിന്ത അയാൾക്ക് സഹിക്കാവുന്നതിന് അപ്പുറമായിരുന്നു. അതിനാലാണ് അയാൾക്ക് ചേതനോട് ദേഷ്യം വന്നത്. അയാൾ അവനെ ദേഷ്യത്തിൽ നോക്കി. എല്ലാരും വിചാരിക്കുന്നത് നീ വൈദഗ്ധ്യം കൊണ്ട് ജയിച്ചതാണെന്നാണ്. പക്ഷേ ഭാഗ്യം കൊണ്ടാണ് നീ ജയിച്ചതെന്ന് എനിക്കറിയാം. നിനക്ക് എല്ലാവരെയും പറ്റിക്കാൻ പറ്റുമെന്ന് കരുതണ്ട. ദേഷ്യം അടക്കാനാവാതെ ഡേവിഡ് പറഞ്ഞു. ജിജേഷ് സാർ, ഇദ്ദേഹമല്ലേ കുറച്ചു മുമ്പ് സന്ദീപിനാൽ ചതിക്കപ്പെട്ടത്? എന്നിട്ടാണോ ആർക്കും തന്നെ പറ്റിക്കാൻ കഴിയില്ല എന്നൊക്കെ വീമ്പിളക്കുന്നത്? ശ്രുതി ശബ്ദം താഴ്ത്തി ചിരിച്ചുകൊണ്ട് മെല്ലെ ചോദിച്ചു. ഇത് കേട്ട് ജിജേഷും ചിരി അടക്കാൻ ശ്രമിക്കുകയായിരുന്നു. മിണ്ടാതിരിക്കേ, ജിജേഷ് അവളോട് പറഞ്ഞു. ഡേവിഡിന്റെ സംസാരം കേട്ട് ചേതനാകെ ആശയക്കുഴപ്പത്തിലായി. ഭാഗ്യോ? സാർ എന്താ ഈ പറയുന്നത്? ഇതിലെന്താണ് ഭാഗ്യമുള്ളത്? ചേതൻ അത്ഭുതത്തോടെ ചോദിച്ചു. സിമ്പിൾ. രാജേഷും ദേവരാജും പിന്നെ സന്ദീപും, ഇവരെ 3 പേരെയുമാണ് നീ തോൽപ്പിച്ചത്. അതും അവരുടെ മരുന്നിന്റെ കുറ്റങ്ങളും അതിന്റെ കൂടെ മറ്റു ചില രഹസ്യങ്ങളും പറഞ്ഞുകൊണ്ട്. പക്ഷേ ആ രഹസ്യങ്ങളൊക്കെ സത്യത്തിൽ ഇവിടെ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഒന്ന് ചിന്തിച്ചു നോക്കിയാ എല്ലാവർക്കും മനസ്സിലാവും. ഇവരെല്ലാം നീ ഇതെല്ലാം ഒറ്റ നോട്ടത്തിൽ കണ്ടെത്തുന്ന ജോൾസിനോ മറ്റോ ആണോ എന്ന് കരുതിയാണ് പേടിച്ചിരിക്കുന്നത്. നീ സത്യത്തിൽ ഇവിടെ വരുന്നതിന് മുമ്പ് ഏതൊക്കെയോ വഴിയിലൂടെ ഇവരുടെ രഹസ്യങ്ങളെല്ലാം കണ്ടെത്തിയിട്ട് അതിവിടെ വന്ന് പറഞ്ഞ് ആള് കളിക്കുന്നതാണെന്ന്. അല്ലാതെ നിനക്ക് അത്ര വലിയ അറിവൊന്നുമില്ല. നിനക്കറിയാവുന്ന ചില കാര്യങ്ങളുടെ കൂടെ ഈ രഹസ്യങ്ങളും ചേർത്ത് പറഞ്ഞ് നീ അവരെയെല്ലാം പറ്റിക്കാൻ ശ്രമിക്കുകയാണ്. ഡേവിഡ് പരിഹാസത്തോടെ പറഞ്ഞു. അവിടെയുള്ളവരെല്ലാം അയാൾ പറഞ്ഞത് വായും തുറന്ന് കേട്ടു നിന്നു. ഇദ്ദേഹം എന്താണ് ഈ പറയുന്നത്? ഡേവിഡ് സാർ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. എക്സാക്ട്ലി. രാജേഷ്, ദേവരാജ്, സന്ദീപ്, ഇവരെ കുറിച്ചെല്ലാം ഇവനത്തെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നിയതാണ്. രാജേഷിന്റെ
പ്രണയ പരാജയം അറിയാവുന്നതുകൊണ്ട് നീ അവന്റെ മനസ്സ് ശരിയല്ലാത്ത കാരണം ആ ഗുളികയിൽ തെറ്റുണ്ടെന്ന് ഊഹിച്ച് അത് ശരിയായി വന്നു. അതുപോലെ ദേവരാജന്റെ കാര്യത്തിൽ അദ്ദേഹം മരിക്കാറായെന്ന് നിനക്കറിയാം. അതുകൊണ്ട് ആ ഗുളികയിലും തെറ്റുണ്ടാകുമെന്ന് നീ ഊഹിച്ചു. ഇതിലെവിടെയാണ് നിന്റെ കഴിവുള്ളത്? ഡേവിഡ് ചോദിച്ചതും അവിടെയുള്ളവരെല്ലാം ചേതനെ സംശയിച്ച് സംസാരിക്കാൻ തുടങ്ങി. അതുമല്ല, ആങ്സൈറ്റി പിൽസ് ഉണ്ടാക്കുമ്പോൾ ആ മരുന്നിന്റെ എഫക്റ്റ് അതുണ്ടാക്കുന്ന ആളുടെ മനോനില അനുസരിച്ചിരിക്കുമെന്നത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ളപ്പോ ഏത് മണ്ടന് വേണമെങ്കിലും ഇവൻ ചെയ്തതുപോലെ ഗസ് ചെയ്യാൻ കഴിയും. അയാൾ പറഞ്ഞു. അവിടെയുള്ള മറ്റാരും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഡേവിഡ് തന്റെ വാക് സാമർഥ്യം കൊണ്ട് ഇപ്പോൾ അവരെയെല്ലാം അങ്ങനെ ചിന്തിപ്പിച്ചു എന്ന് വേണം പറയാൻ. ഇതിൽ നിന്ന് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. ഡേവിഡ് പറയുന്നത് പോലെ ചേതൻ അവരെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം നേരത്തെ അന്വേഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് സന്ദീപിന്റെ മോഷണ വിവരവും അറിയാമായിരുന്നിരിക്കണം. അതറിയാമെങ്കിൽ സന്ദീപിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം പറയുന്നതും എളുപ്പമാണല്ലോ. അല്ലാതെ എല്ലാവരും കരുതുന്നത് പോലെ വെറുമൊരു ഗുളിക മാത്രം കണ്ടല്ല ചേതൻ അത് ചെയ്തത്. അവൻ ഇതിനെക്കുറിച്ചെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നു. ഒരു ശാന്തമായ നദിയിലേക്ക് കല്ലെടുത്ത് എറിഞ്ഞതുപോലെയായിരുന്നു ഡേവിഡിന്റെ വാക്കുകൾ. അത് അവിടെയുള്ളവരുടെ എല്ലാം കണ്ണു തുറപ്പിച്ചു. അവരെല്ലാം കാര്യങ്ങളുടെ സത്യാവസ്ഥ ഡേവിഡ് പറഞ്ഞത് മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചു. അധ്യായം 87. ചേതനെക്കുറിച്ചുള്ള തന്റെ യൂഹങ്ങൾ ഡേവിഡ് മുന്നോട്ട് വെച്ചതും അതിന് പിന്നിലെ യുക്തി മനസ്സിലാക്കി അവിടെയുള്ളവരെല്ലാം ചേതനെതിരെ തിരിഞ്ഞു. അവരെല്ലാം നേരത്തെ ചേതൻ എങ്ങനെയാവും ആദ്യത്തെ 3 പേരുടെയും രഹസ്യങ്ങൾ കണ്ടെത്തിയത് എന്നോർത്ത് അവന് ഭയന്നിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പുവശം അവർക്ക് ഏതാണ്ട് മനസ്സിലായതും അവരുടെ ഭയവും മാറി. അവർ ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ആദ്യത്തെ 3 പേരെയും അത്ര എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ അവർ ചേതനെ അനുവദിക്കുമായിരുന്നില്ല. എന്തിനെ, ഇതറിഞ്ഞിരുന്നെങ്കിൽ ചേതന് മുമ്പിൽ സംവാദത്തിന് ചെല്ലാൻ അവർ മടി കാണിക്കില്ലായിരുന്നു. ഈ അലവലാതി ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആദ്യമേ തന്നെ എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ നിന്ന് മുങ്ങില്ലായിരുന്നോ? ഇപ്പോ എന്റെ മാനവും പോയി, എല്ലാം പോയി. സന്ദീപ് പല്ല് കടിച്ചുകൊണ്ട് ചിന്തിച്ചു. ദൈവമേ, നിമിഷ നേരം കൊണ്ടാണല്ലോ ഓരോ കഥ ഉണ്ടാക്കി വിടുന്നത്. ഇവനൊക്കെ വലിയ സിനിമ എടുക്കാൻ പോകാതെ എന്തിനാ ഇങ്ങനെ ആൽക്കിമിസ്റ്റ് ആവാൻ വന്നത്? ചേതൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് തന്റെ ചിരി അടക്കാൻ ശ്രമിച്ചു. ഡേവിഡിന് ഇത്ര ഭീകരമായി ചിന്തിക്കാൻ കഴിയുമെന്ന് ചേതൻ അറിയില്ലായിരുന്നു. തന്റെ ഊഹാപോഹങ്ങളുടെ പുറത്തായിരുന്നു ഡേവിഡ് ഈ കഥകൾ എല്ലാം പറഞ്ഞത്. ചേതനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഡേവിഡിനെ നോക്കി. ശരി, നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ആണെന്നിരിക്കട്ടെ. ഞാനിവിടെ എന്ത് സ്ട്രാറ്റജി ഉപയോഗിച്ചാലും അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? അവര് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ ഉത്തരം പറഞ്ഞല്ലോ. ചേതൻ ചോദിച്ചു. അത് തന്നെയാണല്ലോ പ്രശ്നം. ഇപ്പോൾ നിന്നെക്കുറിച്ച് എല്ലാം മനസ്സിലായ സ്ഥിതിക്ക് ഞാൻ റൂൾസ് എല്ലാം കുറച്ചങ്ങ് മാറ്റാൻ പോകുക. ഈ മാറ്റിയ റൂൾസ് വെച്ചും എന്നെ തോപ്പിച്ച നീ ശരിക്കും കഴിവുള്ളവനാണെന്ന് ഞാൻ അപ്പോ സമ്മതിക്കാം. ഡേവിഡ് അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ റൂൾസ് മാറ്റാൻ പോവുകയാണെന്നോ? എന്ത് റൂൾസാണ് നിങ്ങൾ മാറ്റാൻ പോകുന്നത്? ചേതൻ സംശയത്തോടെ ചോദിച്ചു. മരുന്നുണ്ടാക്കുന്ന രീതി അതേപടി തുടരും. അതിലൊരു മാറ്റവുമില്ല. ഞാൻ മരുന്നുണ്ടാക്കും, പക്ഷെ നീ അതിലെ തെറ്റുകളോ കുറവുകളോ മാത്രമേ കണ്ടെത്തി പറയാൻ പാടും. തീയുടെ താപനില, ടെക്നിക്കിലെ തെറ്റ്, എന്റെ ടെക്നിക്കിലെ യഥാർത്ഥ പോരായ്മകൾ തുടങ്ങിയവ നീ കണ്ടെത്തി എന്നോട് പറയണം. അതും നിന്റെ സ്വന്തം കഴിവുകൊണ്ട്. അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ജയിക്കാമെന്ന് കരുതണ്ട. ഡേവിഡ് പുതിയ നിയമങ്ങൾ മുന്നോട്ട് വെച്ചു. അത് കേട്ട് അവിടെയുള്ള മറ്റ് ആൽക്കിമിസ്റ്റുകളുടെ മുഖവും തെളിഞ്ഞു. അതൊരു നല്ല തീരുമാനം തന്നെ. ശരിയാ, ഇനി ഇവന് ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞ് സംവാദത്തിൽ ജയിക്കാൻ കഴിയില്ല. ആൽക്കിമിസ്റ്റുകൾ ആശ്വാസത്തോടെ പറഞ്ഞു. ഇനിയിപ്പോ ചേതൻ വേണമെന്ന് വെച്ചാലും അവരുടെ ഒന്നും രഹസ്യങ്ങൾ പറയാൻ പറ്റില്ല. സത്യത്തിൽ രഹസ്യങ്ങൾ കണ്ടെത്താനുള്ള ചേതന്റെ കഴിവിലാണ് അവരെല്ലാം ഭയപ്പെട്ടിരുന്നത്. ഒരു ആൽക്കിമിസ്റ്റ് ആയതിനാൽ അവരെല്ലാം അറിയപ്പെടുന്ന ജനപ്രീതി ആർജിച്ച ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും അവരുടെ സൽപ്പേര് കാത്തു സൂക്ഷിക്കണം. അങ്ങനെ ഇരിക്കുമ്പോ ചേതൻ വന്ന് അവരുടെ തെറ്റുകളെല്ലാം പറഞ്ഞുകൊണ്ടുവരുന്നത് എന്ത് നാണക്കേടുള്ള കാര്യമാണെന്ന് ഓർത്തു നോക്ക്. അതുകൊണ്ട് തന്നെ ഡേവിഡ് ഉണ്ടാക്കിയ പുതിയ നിയമങ്ങളിൽ എല്ലാവരും സന്തോഷിച്ചു. ഉടനെ തന്നെ അവർ അയാൾ മുന്നോട്ട് വെച്ച നിയമങ്ങൾ ശരിവെച്ചു. ആരുടെയെങ്കിലും വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഈ ചർച്ചയ്ക്കിടയിൽ കൊണ്ടുവരാൻ ചേതന് അവകാശമില്ല. ഇതാണോ റൂൾസ്? ഇത്രേ ഉള്ളൂ? നിയമങ്ങൾ കേട്ട് ചേതൻ ചോദിച്ചു. അവനൊരു കൂസലില്ലാതെ നിൽക്കുന്നത് കണ്ട് എല്ലാവരും ആശയക്കുഴപ്പത്തിലായി. അവരുടെ എല്ലാം മുഖഭാവം കണ്ട് ചേതന് ചിരിയാണ് വന്നത്. നീ എന്തായി ചിരിക്കുന്നത്? ചിരിച്ചു കാണിച്ച് ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. എല്ലാവരുടെയും വീക്ക്നെസ് കണ്ടുപിടിച്ച് അത് പ്രയോജനപ്പെടുത്തി ആൽക്കിമിസ്റ്റ് ആവാം എന്നായിരുന്നില്ല നിന്റെ വിചാരം. അതിനി ഇവിടെ വിലപ്പോവില്ല.
ആദ്യത്തെ 3 പേരെ എന്തോ ലക്ക് കൊണ്ട് തോൽപ്പിച്ചതുപോലെ ഇനി നടക്കില്ല. ഇനിയാണ് നിന്റെ ബാഡ് ലക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഡേവിഡ് അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു. ചേതൻ അത് കേട്ട് ചിരി അടക്കിക്കൊണ്ട് അയാളോട് ചോദിച്ചു, സാർ, എനിക്കൊരു സംശയം. ശരിക്കും എന്നെ തോപ്പിക്കാൻ നിങ്ങൾ ഈ ഒരു റൂള് മാത്രമേ വെക്കുന്നുള്ളൂ? ഞാൻ സാറിന് എൻട്രിയൊക്കെ കണ്ട് എന്തോ കാര്യമായി റൂളൊക്കെ കൊണ്ടുവരുന്ന കരുതി വെറുതെ പേടിച്ചിരിക്കുകയായിരുന്നു. ചേതൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ വാക് സാമർത്ഥ്യം കൊള്ളാം. നീ ആദ്യം ഈ വെല്ലുവിളി സ്വീകരിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ ഇല്ലയോ എന്ന് പറ. അവന്റെ കളി ഇഷ്ടപ്പെടാതെ ഡേവിഡ് ചോദിച്ചു. അനാവശ്യമായി തർക്കിക്കാൻ ചേതൻ ആഗ്രഹിച്ചില്ല. അതിനാൽ അവൻ മറുപടിയായി തലയാട്ടി. ഇതൊരു വെല്ലുവിളിയായി പോലും എനിക്ക് തോന്നുന്നില്ല. ഈ റൂൾസ് പിന്തുടരുന്നതിൽ എനിക്കൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ഡേവിഡ് ഓക്കെ, ചേതൻ ആവേശത്തോടെ പറഞ്ഞു. ചേതൻ സമ്മതിച്ചത് കേട്ട് ഡേവിഡ് ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. അയാൾ അല്പനേരം ആലോചിച്ച ശേഷം ഔഷധ ചെടികളും എടുത്ത് അടുപ്പിന് അരികിലേക്ക് പോയി. അടുപ്പിൽ തീ പടർന്നതോടെ ഡേവിഡ് മരുന്ന് തയ്യാറാക്കാൻ തുടങ്ങി. തുടർന്ന് കുറച്ച് സമയത്തിനുള്ളിൽ അയാൾ തീ അണച്ചു. പാത്രത്തിൽ നിന്ന് 3 ഗുളികകൾ എടുത്തു. ലെവൽ 1 ട്രാൻക്യുലൈസർ ടാബ്ലറ്റ്സ് ആയിരുന്നു അത്. ഈ ടാബ്ലറ്റ് ഡോൺ 6 ലെവലിൽ ഉള്ളവർക്കായി പ്രത്യേകം നിർമ്മിച്ചതാണ്. ഇത് ഉപയോഗിച്ച് ഡോൺ 6 സ്റ്റേജിൽ ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ അക്യുപോയിന്റ്സ് തുറക്കാൻ കഴിയും. ഈ ടാബ്ലറ്റിന്റെ സഹായത്തോടെ അവർക്ക് വേഗം മുന്നേറാൻ കഴിയും. കുറച്ചു കാലം മുമ്പ് നരേന്ദ്രൻ ഈ ടാബ്ലറ്റ്സ് വിമലിന് വേണ്ടി വലിയ തുക കൊടുത്ത് വാങ്ങിയിരുന്നു. ആ ടാബ്ലറ്റ് ആണ് വിമൽ ചേതനെ കൊന്നാൽ ലിയോയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത്. എത്ര പുതിയ മരുന്നുകൾ കണ്ടുപിടിച്ചാലും ഈ മരുന്ന് മികച്ച ലെവൽ 1 ടാബ്ലറ്റ്സിൽ ഒന്നാണ്. ഈ ടാബ്ലറ്റ്സ് ഉണ്ടാക്കുന്നത് ആൻസൈറ്റി പിൽസ് ഉണ്ടാക്കുന്നതിനേക്കാൾ കഷ്ടമായിരുന്നു. ഗ്രേറ്റ്! ഡേവിഡ് സാറിന് മാത്രമേ ഇത്തരമൊരു കഠിനമായ ടാബ്ലറ്റ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയൂ. ഡേവിഡ് സാറിന്റെ ടെക്നിക്ക് ഇത്ര ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഇത്തരമൊരു വിദ്യ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അവിടെയുള്ള ആൽക്കിമിസ്റ്റുകൾ തമ്മിൽ പറയാൻ തുടങ്ങി. ചേതൻ ഇനി എന്തു പറയുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു അവിടെയുള്ളവൻ. ഇപ്പോഴാണ് ഇതൊന്ന് ചൂട് പിടിച്ചത്. ജിജേഷ് മന്ത്രിച്ചു. ഡേവിഡ് താൻ തയ്യാറാക്കിയ ടാബ്ലറ്റ് എടുത്ത് കാണിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൽക്കിമിസ്റ്റുകളെല്ലാം ഇനിയുള്ള ചേതന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നോർത്ത് ചിരിക്കാൻ തുടങ്ങി. ടാബ്ലറ്റിന്റെ ഗുണനിലവാരം കൂടുന്തോറും അത് നിർമ്മിക്കാനുള്ള മുറ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതായി മാറും. അവിടെ ഇരിക്കുന്ന ആൽക്കിമിസ്റ്റുകൾക്ക് പോലും ഡേവിഡിന്റെ മെത്തേഡിൽ തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റാത്തപ്പോൾ ഒരു അസിസ്റ്റന്റ് ആൽക്കിമിസ്റ്റ് ആയ ചേതൻ അത് എങ്ങനെ കണ്ടുപിടിക്കാനാണ് എന്ന് ശ്രുതിയും ചിന്തിച്ചു. എടുത്തോ, എന്റെ ജോലി കഴിഞ്ഞു, ഡേവിഡ് ഉത്സാഹത്തോടെ പറഞ്ഞു. ടാബ്ലറ്റ് റെഡിയായ സ്ഥിതിക്ക് നീ പറ, ഈ ടെക്നിക്കിന്റെ പേരെന്താ? അതിന്റെ കുറവുകൾ എന്താ? ഡേവിഡ് ഗർവോട് അവനോട് ചോദിച്ചു. പെട്ടെന്ന് ഈ ടാബ്ലറ്റ്സ് ഉണ്ടാക്കിയത് അയാളുടെ ബ്രീത്തിങ്ങിനെ ബാധിച്ചിരുന്നു. അയാളൊന്ന് ദീർഘനിശ്വാസം എടുത്തുവിട്ടു. അയാളുടെ ശ്വാസോച്ഛ്വാസം സാധാരണഗതിയിലായതും അയാൾ ചേതനോട് മറുപടി പറയാനായി ആംഗ്യം കാണിച്ചു. അത് കണ്ടെങ്കിലും ചേതനൊന്നും മിണ്ടിയില്ല. ഇവിടെയുള്ള ആൽക്കമിസ്റ്റുകളെ കുറിച്ചുള്ള വിവരങ്ങൾ എനിക്ക് എവിടെ നിന്നും ലഭിച്ചു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ വിവരങ്ങൾ വെച്ചു മാത്രം ഈ സംവാദത്തിൽ വിജയിക്കാമെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ അത് വെറും അതിമോഹം മാത്രമാണ്. ശരിയായ കഴിവില്ലാത്ത ഒരുത്തന് ഈ ആൽക്കമിസ്റ്റുകളുടെ കൂട്ടത്തിൽ ഒരിക്കലും സ്ഥാനം ലഭിക്കില്ല. ഡേവിഡ് വീണ്ടും താക്കീത് പോലെ പറഞ്ഞു. ചേതൻ അയാളെ തന്നെ മിഴിച്ചു നോക്കി നിൽക്കുന്നത് കണ്ടതും അയാൾ വീണ്ടും തുടർന്നു. നിനക്ക് ഉത്തരം അറിയില്ലെങ്കിൽ അത് പറ. ഇതൊക്കെ സാധാരണ കാര്യങ്ങളാണ് ചേതൻ. നിന്നെ പോലെ കുറെ എണ്ണം ഇതിനു മുമ്പും ഇവിടെ ഇങ്ങനെ വന്നു നിന്നിട്ടുണ്ട്. അതുകൊണ്ട് നിനക്കറിയാമെങ്കിൽ പറ, ഇല്ലെങ്കിൽ തോൽവി സമ്മതിച്ചേക്ക്. ഡേവിഡ് പറഞ്ഞു. സാറ് നിന്നിത്ര ഡയലോഗ് അടിക്കുന്നേ? ഞാൻ ഉത്തരം പറയണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞ പ്രശ്നം തീർന്നല്ലോ, ചേതൻ ലാഘവത്തോടെ പറഞ്ഞുകൊണ്ട് ഇരു കൈകളും പിന്നിൽ കെട്ടി ആ ഹാളിന്റെ നടുവിലേക്ക് പോയി നിന്നു. സാറിപ്പ് ഉപയോഗിച്ച ടെക്നിക്കാണ് 1000 മൗണ്ടൻ ഹാൻഡ്സ് ടെക്നിക്. ഇതൊരു 2 സ്റ്റാർ ആൽക്കമിസ്റ്റ് കണ്ടുപിടിച്ചതാണ്. പാത്രത്തിൽ പച്ചമരുന്നുകൾ എടുത്ത് ഒരു മല പോലെ ഒന്നിനു മീതെ ഒന്നായി വെക്കണം. മല കയറാനും ഇറങ്ങാനും മുകളിൽ നിന്നും താഴെ നിന്നും 2 വഴികൾ ഉള്ളതുപോലെ ഇതിന് 2 വഴികളുണ്ട്. ഈ വഴികളിലൂടെ അഗ്നിയെ കടത്തിവിടണം. ആദ്യം വേഗത്തിൽ, പിന്നെ പതുക്കെ, പിന്നെ വീണ്ടും വേഗത്തിൽ. അങ്ങനെ ഒരു തിരമാല അലയടിക്കുന്നത് പോലെ അഗ്നിയെ പ്രയോഗിച്ച് വേണം മരുന്ന് തയ്യാറാക്കാൻ. ഇങ്ങനെ മരുന്ന് തയ്യാറാക്കുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ സസ്യവും പെട്ടെന്ന് തമ്മിൽ ഇടകലരും. അങ്ങനെ ഈസിയായി തന്നെ അത് ടാബ്ലറ്റിന്റെ ഷേപ്പിലായി മാറും. പക്ഷേ ഈ മാർഗത്തിൽ ഉണ്ടാക്കുന്ന ടാബ്ലറ്റ്സിന് ഒരു കുറവുണ്ട്. എനിക്ക് 3 ടാബ്ലറ്റ്സ് ഉണ്ടാക്കിയെങ്കിലും ഇതിന് ഗുണമേന്മ കുറവാണ്. അതുകൊണ്ട് ഇത് അടുത്ത ലെവലിലേക്ക് കടക്കില്ല. ഇതുപോലുള്ള ടെക്നിക്സ് ഉപയോഗിക്കുന്നത് ലോ ലെവൽ ആൽക്കമിസ്റ്റുകളാണ്. അവർക്ക് ഒറ്റയടിക്ക് ടാബ്ലറ്റ്സിന്റെ മാസ് പ്രൊഡക്ഷൻ നടത്താനാണ് ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നത്.
സാധാരണ ഉയർന്ന നിലയിലെ ആൽക്കിമിസ്റ്റുകൾ ഈ ടെക്നിക്ക് ഉപയോഗിക്കാറില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ ടെക്നിക്ക് ഉപയോഗിച്ച ഒരിക്കലും അവരുടെ മരുന്നിന്റെ ഗുണമേന്മ കൂട്ടാൻ കഴിയില്ല എന്നതുകൊണ്ടാണ്. സ്വന്തം കഴിവുകൊണ്ട് നല്ല നിലവാരമുള്ള മരുന്നുകൾ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് കരുതുന്നവരാണ് ഈ 1000 മൗണ്ടൻ ഹാൻഡ് ടെക്നിക്സ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ഈ വലിയ ഉപകാരമൊന്നുമില്ലാത്ത ടെക്നിക്ക് യൂസ് ചെയ്ത് സമയം കളയോ? ചേതൻ അവസാനം അല്പം പരിഹാസത്തോടെ പറഞ്ഞത് കേട്ട് ഡേവിഡ് ഒന്ന് പല്ല് കടിച്ചു. ഞാൻ പറഞ്ഞത് ശരിയല്ല ഡേവിഡ് സാർ? ചേതൻ തന്റെ പുരുകം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. ചേതൻ തന്റെ ചോദ്യത്തിന് തന്ന മറുപടിയും അവന്റെ ഇപ്പോഴത്തെ ചോദ്യവും കേട്ട് ഡേവിഡ് രോഷാകുലനായി. അദ്ദേഹം ഈസ്റ്റ് ലൈനിന്റെ തലവനും 1 സ്റ്റാർ ആൽക്കെമിസ്റ്റുമായിരുന്നു. ഈ തലസ്ഥാന നഗരിയിൽ അദ്ദേഹത്തിന് സ്വന്തമായി ഒരു കമ്പനി വരെ ഉണ്ടായിരുന്നു. ഇതിനുള്ള അയാളെ നോക്കിയാണ് വെറും ഒരു അസിസ്റ്റന്റ് ആയ ചേതൻ അയാൾ നിലവാരമില്ലാത്ത ആൽക്കെമിസ്റ്റ് ആണെന്ന് പറഞ്ഞത്. അത് കേട്ട് അവിടെയുള്ളവർ പോലും ഡേവിഡിന്റെ കഴിവിനെ സംശയിക്കാൻ തുടങ്ങി. കാരണം ഈ യാഥാർത്ഥ്യം അവർക്കാർക്കും നിഷേധിക്കാൻ കഴിഞ്ഞില്ല. ഈ ടെക്നിക്കിന്റെ പോരായ്മയെ കുറിച്ച് ചേതൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ഇതുകൊണ്ട് നീ ജയിച്ചു എന്ന് കരുതണ്ട. സംവാദം ഇനി അവസാനിച്ചിട്ടില്ല. നീ യഥാർത്ഥ ടെക്നിക്കിന്റെ തെറ്റുകളാണ് പറഞ്ഞത്. പക്ഷേ ഇനിയും ഞാൻ ആ ടെക്നിക്ക് ഉപയോഗിച്ചപ്പോ വരുത്തിയ തെറ്റുകൾ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. എങ്കിൽ മാത്രമേ നിനക്ക് പൂർണ്ണമായി വിജയിക്കാൻ സാധിക്കൂ. ഡേവിഡ് തന്റെ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു. ഇത്രയൊക്കെ കേട്ടിട്ടും ഇയാളുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലോ. വേണ്ട വേണ്ട നോക്കുമ്പോ വന്ന് ചോദിച്ചു വാങ്ങുവാണ്. ചേതൻ അയാളെ നോക്കി ഒന്ന് നെടുവീർപ്പോടെ ചിന്തിച്ചു. എന്നിട്ട് ഡേവിഡിനോട് ശരിയെന്ന് പറഞ്ഞ് ചേതൻ മുന്നിലേക്ക് ചെന്നു. അവൻ ആ അടുപ്പിന്റെ അരികിലേക്ക് ചെന്ന് നിന്നു. ഞാൻ ബേസിക് ലെവലിൽ തന്നെ തുടങ്ങാം. ഒരു നല്ല ആൽക്കെമിസ്റ്റിന് നല്ല ഗുണനിലവാരമുള്ള മരുന്നുകൾ ഉണ്ടാക്കണമെങ്കിൽ ഉപയോഗിക്കുന്ന തീയും പാത്രവുമെല്ലാം എങ്ങനെ നിയന്ത്രിക്കണം എന്നറിയാൻ കഴിയും. ഇത് രണ്ടും ശ്രദ്ധിച്ചാൽ മാത്രമേ മികച്ച മരുന്നുകൾ സൃഷ്ടിക്കാൻ കഴിയും. എന്നാൽ ആൽക്കെമിസ്റ്റ് ഡേവിഡ് സസ്യങ്ങളെടുത്ത് ഉടനെ തന്നെ മരുന്ന് തയ്യാറാക്കാൻ തുടങ്ങി. അദ്ദേഹം പാത്രം നന്നായി ശ്രദ്ധിച്ചില്ല, അതുപോലെ തീയും എങ്ങനെയാണെന്ന് നോക്കിയില്ല. ഡേവിഡ്, ഈ പാത്രത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്നത് എന്താണെന്ന് ഒന്ന് പറയാമോ? ഈ പാത്രത്തിന്റെ വലിപ്പത്തിനനുസരിച്ച് തന്നെയാണ് തീ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഇത് എല്ലാ ആൽക്കെമിസ്റ്റുകൾക്കും പറ്റുന്നൊരു തെറ്റാണ്. ഇതുമൂലമാണ് മിക്കപ്പോഴും ഗുണനിലവാരം കുറഞ്ഞ മരുന്നുകൾ ആൽക്കെമിസ്റ്റുകൾ ഉണ്ടാക്കുന്നത്. പിഴവ് എത്ര ചെറുതാണെങ്കിലും അതിന് ഇമ്പാക്ട് വളരെ വലുതായിരിക്കും. ചേതൻ ആ പാത്രത്തിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു.